ജീവനേക്കാളും ഞാനങ്ങെ സ്നേഹിക്കുന്നു. എൻ ജീവനേക്കാളും ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. സ്നേഹത്തിൻ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതി. എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതി. എന്തുണ്ട് പകരം നൽകാൻ? രക്ഷയിൻ പാത
വെറുമൊരു പരദേശി പോ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം ഇവിടെ എനിക്കാരും കൂടായില്ലെങ്കിലും ഇവിടെ എനിക്കാരും കൂടായില്ലെങ്കിലും ഇടയാകും യേശുവോട് ചേർന്നാൽ മതി ഇടയാകും യേശുവോട് ചേർന്നാൽ മതി എനിക്കെന്റെ യേശുവിൻ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി മനശില്പിയായി പണിത നഗരമതിൽ മനശില്പിയായി പണിത നഗരമതിൽ മരനോടു കൂടെ വാഴാൻ പോയാൽ മതി മരനോടു കൂടെ വാഴാൻ പോയാൽ മതി കളങ്കമില്ലാതെ എന്നെ തിരുസന്നിധേ വിളങ്ങുവാൻ യേശു കഷ്ടം സഹിച്ചരിക്കാം കളങ്കമില്ലാതെ എന്നെ തിരുസന്നിധേ വിളങ്ങുവാൻ യേശു കഷ്ടം സഹിച്ചരിക്കാം തളർന്ന മെയ്കാൽകരങ്ങൾ തുളച്ച മാറും തളർന്ന മെയ്കാൽകരങ്ങൾ തുളച്ച മാറും നിറഞ്ഞ കണ്ണീരുമാർന്ന ഹൃദയവുമാ എനിക്കെന്റെ യേശുവിൻ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി ശില്പിയായി പണിത നഗരമതിൽ ശില്പിയായി പണിത നഗരമതിൽ മരനോടു കൂടെ വാഴാൻ പോയാൽ മതി മരനോടു കൂടെ വാഴാൻ പോയാൽ മതി എനിക്കെന്റെ യേശുവിനെ വിട്ടാൽ മതി എനിക്കെന്റെ യേശുവിൻ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി ശില്പിയായി പണിത നഗരമതിൽ ശില്പിയായി പണിത നഗരമതിൽ മരനോടു കൂടെ വാഴാൻ പോയാൽ മതി മരനോടു കൂടെ വാഴാൻ പോയാൽ മതി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞവർ കോർത്തു മാത്രം പാത്തിടുന്നു നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞവർ കോർത്തു മാത്രം പാത്തിടുന്നു നിറുത്തേണമേ വിശുദ്ധ ആത്മാവിനാ നിറുത്തേണമേ വിശുദ്ധ ആത്മാവിനാ മറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി മറന്നെത്തി വാനിൽ വസിച്ചാൽ മതി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി ശില്പിയായി പണിത നഗരമതിൽ ശില്പിയായി പണിത നഗരമതിൽ മരനോടു കൂടെ വാഴാൻ പോയാൽ മതി മരനോടു കൂടെ വാഴാൻ പോയാൽ മതി എനിക്കെന്റെ യേശുവിൻ കണ്ടാൽ മതി
ഓട്ടക്കള വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൻ പ്രഭുവാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുവാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ ദൈവം. യേശുനാഥാ നീ ആശ്രയം. യേശുനാഥാ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ ദൈവം. യേശുനാഥാ നീ ആശ്രയം. യേശുനാഥാ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ സ്തുത്യന്തമാധങ്കി കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ സ്തുത്യന്തമാധങ്കി കരവിരുത്. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ ദൈവം. യേശുനാഥാ നീ ചെറുതമോ. യേശുനാഥാ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ യേശുനാഥാ നീ ദൈവം. യേശുനാഥാ നീ ആശ്രയം. യേശുനാഥാ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ കർത്തനു തുല്യമായി ആരുമില്ല. കീർത്തിക്കും ഞാൻ കർത്തനു തുല്യമായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ ദൈവം.
കരങ്ങളടിച്ച് ഓ യേശുനാഥാ നീ എൻ ദൈവം ഓ യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ വാഴ്ത്തുന്നു ഞാൻ വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയും പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ വാനവും പുകഴ്ചയും യേശുവിനെ മഹിമയും പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ വാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥാ ഹല്ലേലൂയ കരമുയർത്തി യേശുനാഥാ ഓ യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ എന്റെ കോട്ടയും നീ മാത്രമേ എന്റെ കോട്ടയും നീ മാത്രമേ എന്നാത്മാവിൻ ഗീതമേ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. സ്തോത്രം. ആ നാമത്തിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് പ്രതികൂലങ്ങൾ വരത്തില്ലെന്നല്ല, ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് വിളിച്ചത്. എങ്കിലും പ്രതികൂലത്തെ ജയിപ്പാൻ നമുക്ക് കൃപ തരുന്ന ഒരു കർത്താവിനെ നമ്മൾ ഇന്ന് പാടുന്നതാണ്. സ്തോത്രം. പ്രതികൂലത്തിൽ തകർന്നു പോകുന്നതല്ല, മുമ്പിൽ ചെങ്കടൽ വന്നപ്പോഴും ചെങ്കടലിനെ കടപ്പാൻ കൃപ തന്ന ദൈവം. ഇന്ന് രാത്രി നമ്മൾ ഏത് വിഷയവുമായിട്ടാണോ ഭാരപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത്, ആ വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാകുന്നു. നിങ്ങൾ നമുക്ക് ചേർന്ന് പാടി, കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദേവദേവനെ പുതിയതം കൃപകളോടെ പാടി പുകഴ്ത്തിടം ദേവദേവനെ പുതിയതം കൃപകളോടെ ഇന്നലെയും ഇന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം.
യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തി. വെച്ച തള്ള കുഞ്ഞിനെ, വെച്ച തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. വെച്ച തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. പാട്ടി എന്നെ തങ്കടത്തിൽ വെച്ചു ജീവക്കാത് എന്നു പോലും ആക്കി എന്നെ തങ്കടത്തിൽ വെച്ചു ജീവക്കാത് എന്നു പോലും. യേശുനാമമേ, യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാമോ അചേർന്ന പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാമോ അചേർന്ന പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമനശോധനയിലും താണു
ഒരിക്കൽ കൂടെ ആ നിമിഷങ്ങളിൽ കണ്ണുമടച്ച് കർത്താവ് നമ്മളെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഒരു നിമിഷം ഒന്ന് ഓർത്ത് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമോ? നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവം, മരുഭൂമിയിൽ നമുക്ക് നീരുറവെ തന്ന ദൈവം, ആ കർത്താവിനെ പോലെ മറ്റാരുമില്ലെന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊന്ന് ചേർന്ന് പാടുന്നു. യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവുമുള്ള ഞങ്ങളുടെ ദൈവം, നല്ല ദൈവമേ, സർവ്വസ്ഥ പിതാവേ, ഈ ദേശത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് കർത്താവിന്റെ നാമത്തിൽ ഉയർത്തുവാൻ ഞങ്ങളെ വിടുവിച്ച ധന്യനായ ഏകാധിപതിയെ, ഞങ്ങളെ വിടുവിച്ച രാജാതി രാജാവ്, ഞങ്ങളെ വിടുവിച്ച കർത്താതി കർത്താവിന്, താൻ മാത്രം അമർച്ചതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്, ആർക്കും അടുത്തു വരാൻ കഴിയാത്തതുമായ ഞങ്ങളുടെ നല്ല കർത്താവിനെ ഞങ്ങൾക്ക് ഇന്ന് സ്തുതിപ്പാം. ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ വിലയേറിയ നിമിഷം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ വാരി വിതറുന്ന വചനത്തിന്റെ വിത്ത് ഓരോ ഹൃദയങ്ങളിലെ ആവശ്യങ്ങളുടെ അടുക്കലേക്ക്, ഓരോ ഹൃദയങ്ങളിലും അന്വേഷിക്കുന്ന ആ അന്വേഷണ മണ്ഡലത്തിലേക്ക് കർത്താവിന്റെ വചനം ആഴങ്ങളിൽ ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസകലരുടെ മേലും മഹത്വം എടുത്തിരിക്കുക. സ്തോത്രം, മാനമഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ മുറ്റത്തെ കൺവെൻഷന് ഈ ഭവനാങ്കണത്തിൽ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധി പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകർന്നു. തുടർന്ന് ദൈവവാദനെ ശുശ്രൂഷിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം നമ്മുടെ നടുവിൽ അയച്ചിട്ടുണ്ട്. ദൈവദാസനും കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന നമ്മോട് ഈ ദേശത്തോട് ദൈവം അറിയിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്നെ പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ദൈവസന്നിധിയിലേക്ക് ചില ജീവിതങ്ങളുടെ പേര് കൂടെ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കൃപ പകരട്ടെ, ഈ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ എല്ലാവരുടെ മേലും ദൈവം പകരേണ്ടതിന് നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ അല്പസമയം സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരേണ്ടതിന്, ദൈവ സാന്നിധ്യം പകരേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണമംഗൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ചാക്കോയും ആലൻ കാഞ്ഞൂരി ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ കെ പി ഗീവറീസ് അവர்களுം മുൻപോട്ട് കടന്നു വന്ന ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കായി ദൈവത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ മുറ്റത്ത് കൺവെൻഷനിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് തലവണക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പിന്നിട്ട ദിനങ്ങളിൽ
പ്രിയ ദൈവഭൃത്യന്മാരും ദൈവമക്കളും ഒക്കെ പ്രാർത്ഥിച്ചതിന്റെ പ്രത്യേകമായ ഫലമായി കർത്താവ് ഈ ഭവനാങ്കണത്തിൽ ഇങ്ങനെ മുറ്റത്ത് കൺവെൻഷൻ ക്രമീകരിക്കുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയല്ലോ. വിശേഷിയാൽ ഈ ഭവനത്തിൽ പാർക്കുന്ന പ്രിയ സൈമൺ ചാൻ തന്റെ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഉള്ളിൽ കൊടുത്ത നല്ല പ്രേരണയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത് നിമിത്തമായി ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ, ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ മുഖാന്തരമാക്കി കർത്താവിടുന്ന് തീർക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ കർത്താവെ പാട്ടുകൾ പാടുവാന് കൊയറിനെ കർത്താവിന് വേണ്ടി ഒരുക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ടീമിനെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും പേരുപേരായി ഏൽപ്പിക്കുന്നു. അവരെല്ലാവരും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. അനുഗ്രഹീതമായ ദൈവത്തിന്റെ ആലോചന തരുവാൻ തക്കവണ്ണം അഭിഷിക്ത ദൈവഭൃത്തിനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചോർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ചുറ്റുപാടുകളിൽ ഈ ദൈവനെ കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലും ദൈവനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ട് മാനസികപരമായിട്ട് അവരഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെ നടുവിൽ ഈ ദൈവനെ കേൾവിയിൽ കൂടെ അത് വിടുതലിന് അനുഗ്രഹത്തിന് കാരണമാക്കണം. രോഗികൾ അത്ഭുതകരമായ രീതിയിൽ സൗഖ്യമാകണമേ. നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിലെ പ്രത്യാശയുടെ അനുഭവങ്ങളായി തീരുവാൻ ഇടയാണ് വീണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നതായ ചില വ്യക്തികളുടെ അനുഭവങ്ങളാക്കി കർത്താവ് വചന കേൾവി മുഖാന്തരമാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവ് തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും നിയന്ത്രിച്ച് നടത്തണം. പ്രാർത്ഥന കേട്ടിക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിച്ച കർത്താവേയും മുറ്റത്ത് കൺവെൻഷൻ ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഇന്ന് രാത്രി നടത്തപ്പെടുവാൻ കർത്താവിന് പ്രസാദം തോന്നിയത് കൊണ്ട് നന്ദി പറയുന്നു. കർത്താവേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അങ്ങയുടെ ദാസന്മാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ടീമിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷൻ കർത്താവേ, ഈ തിരുവചന പ്രഭാഷണം ഈ ദേശത്തിനൊരു വലിയ മാനസാന്തരം വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, ഈ ദേശത്ത് മുഴങ്ങുന്ന മാറ്റമില്ലാത്ത ജീവന്റെ വചനം ആമേൻ ചില ജീവിതങ്ങളെ പരിവർത്തനത്തിലേക്ക് നടത്തണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിന്റെ ശക്തി എന്തെന്ന് ഈ ചേപ്പാട് ദേശം ഒരു പ്രാവശ്യം കൂടെ അറിയേണ്ടതിന് കർത്താവിന്റെ വലിയ കരം അവിടുന്ന് ഈ കൺവെൻഷന്റെ പുറകിൽ ഈ വചന ശുശ്രൂഷയുടെ പുറകിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് വളരെ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങയുടെ ദാസനെ കരങ്ങളിലെടുത്ത് ഇന്ന് രാത്രി ഉപയോഗിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തമായി ദേശത്തോട് സംസാരിപ്പാൻ അങ്ങയുടെ ഭക്തനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമത്തെ അവിടുന്ന് മഹത്വീകരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ദയ തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവിന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ആയിരിക്കാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിന്റെ കരുണയെ ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത്, ദൈവത്തിന്റെ ആ പരിപാലനത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഗപ്പെ ഗോസ്പൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലും അപ്പോൾ തന്നെ ഈ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചേപ്പാട് എബനേസർ സഭയുടെ ആളുകൾ ചേർന്ന് ഈ മുറ്റത്ത് പ്രിയ ബാബച്ചാന്റെ ഭവനത്തിൽ ഇങ്ങനെ ഒരു ആളുകൾ കൂടിയൊരുവ് സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ റജി പാസ്റ്ററിന്റെ നേതൃത്വത്തിൽ അഗപ്പെ ഗോസ്പൽ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, അപ്പോൾ തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആലപ്പുഴ വെസ്റ്റ് സെന്ററിന്റെ അസോസിയേറ്റ് പാസ്റ്റർ സെന്റ് സ്റ്റീഫൻ അവരുകൾ, അപ്പോൾ ആലളിയ കാഞ്ഞൂര് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ പി ഗീവറീസ് അവരുകൾ, ആലളിയ കണ്ടമംഗലത്തെ ശുശ്രൂഷിക്കുന്ന തോമസ് ചാക്കോ അവരുകൾ, മറ്റ് കർത്താവിന്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, ദൈവമക്കൾ, ഈ ദേശനിവാസികൾ എല്ലാവർക്കും
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നോ? ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ ദൈവം ശക്തനാണ്. ദൈവം ഈ ദേശത്തെ ആളുകളെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണ് ഇന്ന് രാത്രി യേശുവിനെ ഈ ദേശത്ത് ഒരു പ്രാവശ്യം കൂടെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ ആ മകൾ ഭാഗ്യത്തെ ഓർത്ത്, ആ മകൾ ആളുകളിയ കൃപയെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആളുകളിയ ഈ ദേശത്തു നിന്ന് ചില ജീവിതങ്ങൾ കൂടെ ദൈവസന്നിധിയിലേക്ക് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. കർത്താവിന്റെ ഹിതവുമാണ് ഇന്നത്തെ ഈ രാത്രിയിലെ കൺവെൻഷൻ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹല്ലേലൂയ ഞങ്ങളുടെ ഹല്ലേലൂയ IPC എബനേസർ സഭയുടെ ഹല്ലേലൂയ സ്വാഗതവും ഹല്ലേലൂയ നന്ദിയും അറിയിക്കുക. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോജി മാത്യു അവരുടെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ടീമിന്റെ ഒരു പ്രവർത്തകനും അപ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവം ഈ നാളുകളിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ കർത്താവിന്റെ ദാസനാണ് ഹല്ലേലൂയ ഇന്ന് രാത്രി നമ്മോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 20 വർഷത്തോളം ഹല്ലേലൂയ മുൻപ് ആ കർത്താവിന്റെ ദാസനുമായി പരിചയപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ ആ സ്നേഹബന്ധത്തിൽ തുടരുവാൻ കർത്താവ് ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ എൻലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിന്റെ നേതൃത്വത്തിൽ കർത്താവിന്റെ വേലയിൽ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. ഇന്ന് രാത്രി ദൈവം തന്റെ ദാസനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോടെ പ്രാർത്ഥിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഞാൻ വായെ തുറക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ വചനം എൻ്റെ വായിൽ നിന്ന് പുറത്തു വരേണ്ടതിനാ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദേശത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ചിലരുടെ പേരുകൂടെ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. അതിനുവേണ്ടിയാണ് ദൈവം ഈ കൺവെൻഷൻ ഇങ്ങനെ ക്രമീകരിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോജി മാത്യു അവർ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. ആ കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം പറയുന്നു. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തവും തിരുവചന നിമിത്തവും ഈ ദേശത്ത് കടന്നു വരുവാൻ സർവശക്തനാകുന്ന ദൈവം അനുവദിച്ച എല്ലാ നല്ല സാവകാശങ്ങൾക്കും എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കും അരുമനാഥനാകുന്ന കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. സ്തോത്രം. ഈ ശുശ്രൂഷ ഇവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന കർത്തൃഭൃത്യൻ പാസ്റ്റർ ജേക്കബ് പാസ്റ്റർ, മറ്റ് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന എൻ്റെ സ്നേഹിതൻ കൂടിയായിരിക്കുന്ന ബെഞ്ചി, എൻ്റെ ടീം, അഗപ്പെ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഡയറക്ടറായിരിക്കുന്ന പ്രിയ പാസ്റ്റർ, എനിക്ക് മുമ്പ് ഞാൻ കുമ്മനാട് ബൈബിൾ കോളേജിൽ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സീനിയറായി പഠിച്ച പ്രിയ തോമസ് ചാക്കോ പാസ്റ്റർ ഓർക്കുന്നുണ്ടായിരിക്കും ഏത് വർഷം എപ്പോഴാണെന്നൊക്കെ അങ്ങനെ പഠിച്ചായിരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന പക്വത കൊണ്ടും പഠിപ്പ് കൊണ്ടും പരിജ്ഞാനം കൊണ്ടുമൊക്കെ എന്നേക്കാൾ ശ്രേഷ്ഠമായി ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ മഹത്വമേറിയ വേലയിൽ അധ്വാനിക്കുന്ന കർത്തൃഭൃത്യന്മാർ, ഈ ഭവനത്തിലെ പ്രിയ സൈമൺ അച്ചായൻ, തൻ്റെ കുടുംബം, ഇവിടെ അടുത്തുള്ള എബനേസർ ചർച്ചിൻ്റെ സഭാംഗങ്ങൾ, മറ്റ് വിവിധ സഭകളിൽ നിന്ന് തിരുവചന കേൾവിക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവജനം എല്ലാവർക്കും പുനരാഗമിപ്പാനുള്ള ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ
എൻ്റെ വന്ദനത്തെ ഞാൻ പറയുന്നു. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ലീഡ് ചെയ്ത കർത്തൃദാസൻ ഉറപ്പിച്ചത്, ഇവിടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നേറണമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണമെങ്കിൽ സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ആവശ്യമാണ്. ചില നാളുകൾക്ക് പുറകിൽ കാലാവസ്ഥയെക്കുറിച്ച് പഠിപ്പാനായിട്ട് ഒരു ടീം ലോകത്തിൽ ഒന്നിച്ചുകൂടി. ആ പാനൽ ഒന്നിച്ച് കൂടി ചർച്ച നടത്തുന്ന സമയത്ത് വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ദരിദ്ര രാഷ്ട്രങ്ങളിലെയും പ്രമുഖന്മാർ ആ സദസ്സിൽ വന്നു ചേർന്നു. അമേരിക്ക പോലുള്ള, ജർമ്മനി പോലുള്ള, യൂറോപ്യൻ രാജ്യങ്ങൾ പോലുള്ള മറ്റു പല രാജ്യങ്ങളിലെയും ആൾക്കാരും, ഉഗാണ്ട പോലെയുള്ള അല്ലെങ്കിൽ ദരിദ്രമാകുന്ന രാഷ്ട്രങ്ങളിലെ ആൾക്കാരും ഒത്തുചേർന്ന് അവരപ്രകാരം ലോകത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച്, കാലാവസ്ഥയുടെ പതനത്തെക്കുറിച്ച്, കാലാവസ്ഥ ഇങ്ങനെ പോയാലുള്ള ലോകത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തുവാനും അവരൊന്നിച്ചു കൂടിയിരുന്നു. വികസിത രാജ്യങ്ങളിലെ പ്രമുഖന്മാർ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അധ്വാനിക്കുന്ന ഉന്നതന്മാർ അവരെഴുന്നേറ്റ് അവർ രാജ്യത്തെപ്പറ്റി വാനോളം പുകഴ്ത്തി സംസാരിച്ചു. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മഹിമ ഇതൊക്കെയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള മികവ് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വാന നിരീക്ഷണ രംഗത്ത് മറ്റേതു രാഷ്ട്രങ്ങളിലും എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ ഞങ്ങളുടെ രാഷ്ട്രം എത്തിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അമ്പരച്ചുംബികളായിരിക്കുന്ന വലിയ കെട്ടിടങ്ങൾ, സൗധങ്ങൾ ഞങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമാകുന്ന രീതികളിൽ അവർ അവരുടെ രാജ്യത്തെ വാനവോളം പുകഴ്ത്തി. അവരിങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അവർ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദരിദ്ര രാഷ്ട്രങ്ങളിലെ ചില നേതാക്കന്മാർ എഴുന്നേറ്റു. മറ്റുള്ളവർ അവരെ പുച്ഛസ്വരത്തോടെ, പുച്ഛചിന്തയോടുകൂടി, പുച്ഛമായ കണ്ണുകളോടുകൂടി അവരെ ദർശിച്ചു. അവരെഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഈ ഭൂമി നിലനിൽക്കുവാനുള്ള കാരണം ദരിദ്ര രാഷ്ട്രങ്ങളാണെന്ന് പറഞ്ഞു. അവരവകാശപ്പെട്ടത് അങ്ങനെയല്ല. ഞങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവാണ് ഭൂമിയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമെന്ന് അവകാശപ്പെട്ടു നിൽക്കുമ്പോൾ അവർ പറഞ്ഞ പദം ഇതാണ്: അല്ല, ദരിദ്ര രാഷ്ട്രങ്ങളാണ് ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നതെന്ന് പറഞ്ഞു. ആകാംക്ഷ ഭരിതരാകുന്ന അവർ അടുത്ത ചോദ്യം ചോദിച്ചു, അതെങ്ങനെ തെളിയിപ്പാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളെപ്പോലെ ഞങ്ങളും പൊടിപടലങ്ങൾ പടർത്തിയുള്ള അന്തരീക്ഷ മലിനീകരണത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് ഇങ്ങനെ സൗധങ്ങളൊക്കെ പണി കഴിപ്പിച്ചിരുന്നുവെങ്കിൽ, പുകപടലങ്ങൾ പടർത്തിയുള്ള വാഹനങ്ങൾ പറത്തുവാനുള്ള മേഖലകളും സാങ്കേതിക വിദ്യകളും ഒക്കെ വികസിപ്പിച്ചെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഭൂമി ഒരിക്കലും അതിൻ്റെ നിലയിൽ നിലനിൽക്കത്തില്ല. അത് പണ്ടേ തകർന്നു പോയേനെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ രാഷ്ട്രങ്ങളിൽ ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ രാഷ്ട്രങ്ങളിൽ പുകപടലങ്ങൾ പടർത്തി വരുന്ന വാഹനങ്ങളില്ല, അമ്പരച്ചുംബികളായി നിൽക്കുന്ന വലിയ കെട്ടിടങ്ങളില്ല, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മികവ് തെളിയിച്ച മറ്റു മേഖലകളൊന്നും ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഭൂമിയെ അതിൻ്റെ തലത്തിൽ തന്നെ നിർത്തുവാൻ കഴിയുന്നുവെന്നവർ പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം പലർക്കും മനസ്സിലായില്ലെങ്കിൽ ഒന്നും ആവർത്തിച്ച് ഞാൻ വിസ്തരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഉന്നത കുലജാതന്മാരാകുന്ന പലരും സാമൂഹിക സാങ്കേതിക മേഖലകളിൽ, സഭാരംഗങ്ങളിലൊക്കെ അവരുടെ സാമർഥ്യവും കഴിവും മികവും ഒക്കെ പുലർത്തി അവര് അങ്ങനെ കയറി പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന സാധുക്കളാകുന്ന ചിലരെ എങ്ങൊക്കെയോ ഇരുന്ന് കരയുന്നുണ്ട്. അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ആരും അറിയുന്നില്ല, അവരെ ആരും മനസ്സിലാക്കുന്നില്ല, അവരെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അവരിങ്ങനെ അനങ്ങാതെ മുഴങ്കാലുകളിൽ മുട്ടുമടക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നവർ യാചിക്കുക, കരയുക. സഭയുടെ ഉണർവിന് വേണ്ടി, സഭയുടെ മാറ്റത്തിന് വേണ്ടി, സഭയുടെ നിലനിൽപ്പിന് വേണ്ടി, സഭ ആത്മീകമായി ഉണരപ്പെടുവാൻ വേണ്ടി, സഭ പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തിലേക്കൊരു മടങ്ങിവരവിന് വേണ്ടി അവർ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒന്ന് മാത്രമാണ്: ഇന്ന് ദൈവസഭ ഭൂമിയിൽ ഒരു കേടും കൂടാതെ നിലനിൽക്കുന്നതിന്റെ കാരണം. മറ്റു പല മേഖലകളിലുള്ള ചെയ്തികൾ കണ്ടാൽ അരുമനാഥനാകുന്ന കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ ചാട്ടവാറ് കൊണ്ട് ഇറങ്ങിയതുപോലെ ഇന്ന് പടവാളുകൾ കൊണ്ട് കർത്താവ് ഇറങ്ങി ശുദ്ധീകരിക്കേണ്ടി വന്നേനെ. പക്ഷെ സർവശക്തനാകുന്ന കർത്താവ് വാളുകൾ കയ്യിലെടുക്കാത്തതിന്റെ കാരണം എവിടെയൊക്കെയോ മൂലക്കൊക്കെ ആരൊക്കെയോ ഇരുന്ന് കരയുന്നത് കൊണ്ടാണ്. ഈ രാത്രിയിൽ ഇന്ന് ഈ വചനം ഓർപ്പിക്കാനുള്ള കാരണം, ഇന്ന് രാത്രി ഈ പദം നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള കാരണം, ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്ന
ചിലരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദേശത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ഈ ദേശത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. കാലഘട്ടങ്ങളായി, വർഷങ്ങളായിട്ട് ഈ ദേശത്ത് സുവിശേഷത്തിന്റെ സത്യം ഇങ്ങോളമുള്ള തലങ്ങളിൽ അതിങ്ങനെ അലയിടിച്ചു കൊണ്ടിരിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിന്റെ കുറവല്ല ഇവിടെ, സുവിശേഷം കേൾക്കുന്നുണ്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇത്രമാത്രം സുവിശേഷം അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് പകൽ അന്തിയോളവും പകൽ ഉച്ച കഴിഞ്ഞ് വരെയുള്ള സമയങ്ങളിൽ ദേവദാസന്മാർ നാൽക്കവലകൾ തോറും കൊട്ടിയും പാടിയും യേശുവിന്റെ വചനത്തെ അവർ ഉയർത്തി. അവർ നാൽക്കവലിൽ ലജ്ജ കൂടാതെ യേശുവിനെ പറ്റി വിളിച്ചു പറഞ്ഞു. ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ ദേശത്തെ കർത്താവ് സ്നേഹിക്കുന്നു. ഈ ദേശത്തെ വീണ്ടും വീണ്ടും കർത്താവ് സ്നേഹിക്കുന്നു. ചിലതിനെയും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ആദായപ്പെടുത്തുവാൻ, ചിലതിനെയും കൂടെ നിത്യതയിലേക്ക് അവകാശപ്പെടുത്തുവാൻ, ചിലതിനെയും കൂടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ സർവശക്തനാകുന്ന കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒന്നു മാത്രമാണ് വീണ്ടും നിങ്ങളുടെ അടുക്കൽ ഈ സുവിശേഷത്തിന്റെ സത്യം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനെ ഒരിക്കലും പുറംകാലം കൊണ്ട് പുച്ഛിച്ച് തള്ളരുത്. ഇതിനെ ഒരിക്കലും അവഗണിച്ച് മുൻപോട്ട് പോകരുത്. ഇത് സത്യമായ വചനമാ. ഇതിനെ ഏതു കാലഘട്ടങ്ങളിൽ, ഏത് വ്യക്തിത്വങ്ങൾ, ഏത് കുടുംബങ്ങൾ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ പാടെ മാറ്റങ്ങൾ വരുത്തിയ ജീവന്റെ വചനമാണിത്. മനുഷ്യനെ വെന്തും പുഴുങ്ങിയും തിന്നുകൊണ്ടിരുന്ന നരഭോജികളുടെ ഇടയിലേക്ക് ഈ ജീവന്റെ വചനം കയറി ചെന്നപ്പോൾ നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ ജീവന്റെ വചനം, തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിരാശയുടെ കരുതലിൽ വീണുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ജീവന്റെ വചനം കഴിഞ്ഞ നാളുകൾ കടന്നു ചെന്നപ്പോൾ ഈ വചനത്തിന്റെ സത്യം അവരുടെ ജീവിതത്തിന് മാറ്റം വരുത്തി. കൊലപാതകന്മാർ ദൈവസ്നേഹികളായി മാറി. അധാർമിക പ്രവർത്തനങ്ങൾ കടന്നുപോയവർ യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കി അവരുടെ ജീവിത ശൈലികൾ യേശുവിന് മുമ്പിൽ അവർ വെടിഞ്ഞു. പുതിയൊരു തീരുമാനത്തിലേക്ക് അവർ കടന്നു വന്നെങ്കിൽ ഇന്നു രാത്രിയിൽ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ, അല്പസമയം ദൈവവചനം നിങ്ങൾ ശ്രവിച്ചാൽ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഏതിനേക്കാളും മാധുര്യമേറിയതും ഏതിനേക്കാളും ഗാംഭീര്യമുള്ളതും ഏതിനേക്കാളും ഉന്നതവുമാകുന്ന ഈ ജീവന്റെ വചനം നിങ്ങൾ ശ്രവിച്ചാൽ ഇതിന് ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്നുള്ളതിൽ ഞങ്ങൾ സാക്ഷികൾ. ഇന്നു രാത്രിയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന വചനങ്ങൾ ദേശമേ കേൾക്കുക, ദേശമേ അറിയുക എന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ പ്രഖ്യാപിക്കുക. അല്പസമയത്തെ ദൈവവചനത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി തിരുവചനത്തിൽ ഒരു വേദവാക്യം വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. അടുത്തതോ, ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അടുത്ത ഭാഗം കൂടെ. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് സംഭവിക്കാൻ പോകുകയോ. അനുമനാഥനാകുന്ന കർത്താവ് ഒലിവുമലയുടെ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ യേശുവിന്റെ ജനനത്തിന് 500 വർഷങ്ങൾക്ക് പുറകിൽ ശെഖരിയാവെന്ന ദീർഘദർശിയാകുന്ന പ്രവാചകൻ ആത്മനിയോഗത്താൽ പ്രവചിച്ച ഒരു ഭാഗമുണ്ട്. സിയോൻ പുത്രിയെ, നീ ഉല്ലസിക്ക് ഘോഷിക്ക, നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് സൗമ്യനായി ശാന്തനായി എന്റെ കർത്താവ് എഴുന്നള്ളി വരികയാ. യേശുവിന്റെ ജനനത്തിന് 500 വർഷങ്ങൾക്ക് പുറകിൽ പ്രവചനയാത്മാവിൽ ശെഖരിയാവ് പ്രവചിച്ച പ്രവചനത്തിന്റെ വാക്കുകൾ അക്കമിട്ട് നിറവേറുന്ന ഒരു സാഹചര്യമാണ് ഇന്നു രാത്രിയിൽ വായിച്ചു കേട്ടത്. ആ സാഹചര്യം വ്യക്തമായി പറയുന്നത് പ്രകാരമാ. യേശു കർത്താവ് ഒലിവുമലയുടെ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ യേശു കർത്താവ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരികയാണ്. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും വാക്കിനാൽ ഉരുവാക്കിയ കർത്താവ്, സർവചരാചരങ്ങളെയും വാക്കിനാൽ നിയന്ത്രിക്കുന്ന ദൈവം,
ആകാശത്തെയും ഭൂമിയെയും പേർ വിളിക്കുന്നവനാകുന്നു ദൈവം. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ അതേ സ്ഥാനത്ത് നിയന്ത്രിക്കുന്നവനാകുന്നു ദൈവം. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭുവാകുന്ന കർത്താവ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവിടെ നിൽക്കുന്ന ജനങ്ങൾ ആ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരികളിട്ടു, വസ്ത്രങ്ങൾ വിരിച്ചു, ചില്ലകൾ വെട്ടി വഴിയിലിട്ടു. അതിലൂടെ നടകൊള്ളുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ ഒന്നിച്ചു പാടി ഹോസന്ന ഹോസന്ന എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തു. സന്തോഷഭരിതമാകുന്ന നിമിഷങ്ങളിൽ ആഹ്ലാദത്തിന്റെ നൃത്തച്ചുവടുകൾ ചവിട്ടിക്കൊണ്ട് ഒലിവുമലയുടെ താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന ജനസന്ധിയത്തെ കണ്ടുകൊണ്ട് ഇന്നുള്ളതുപോലെ അന്നും കണ്ണുകടിയുണ്ടായി. യേശുവിന്റെ വരവിനെ കണ്ടുകൊണ്ട് പരീശന്മാർ, ശാസ്ത്രിമാർ എന്നുവേണ്ട യഹൂദ മതത്തിന്റെ ഉന്നത കുലജാതന്മാരായ ആൾക്കാർക്ക് അത്ര ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. തച്ചന്റെ മകൻ ദേവാലയത്തിൽ പോയി ന്യായശാസ്ത്രിമാരുടെ മുമ്പിൽ തർക്കിച്ചു വാദിച്ചു നിൽക്കുന്നത് അവർക്ക് കണ്ടുപിടിപ്പാൻ കഴിഞ്ഞില്ല. അവർ അത്ഭുതം ചെയ്യുന്നത് അവർക്ക് പലപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. യേശു അടയാളങ്ങൾ ചെയ്യുന്നത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്തു തന്നെ അവർ അസൂയ പൂണ്ട ഹൃദയത്തോടുകൂടി യേശുവിനെ എങ്ങനെയായാലും തകർത്തു കളയണമെന്നുള്ള ചിന്തയോടെ വ്യാപോഹിച്ചു കൊണ്ട് നടക്കുന്ന സമയം. ആ സമയത്ത് അരുമനാഥനാകുന്ന കർത്താവിന്റെ മുൻപിൽ അവർ പാടി നൃത്തം ചെയ്യുന്ന കണ്ടപ്പോ അവർക്കവിടെ അത്ര രസിച്ചില്ലത്. സ്വത്രം അല്ലേ? തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ആ കാട്ടിക്കിടന്നവനാകുന്ന ഒരു ദാവീദ് നാട്ടിലേക്ക് വന്ന് മല്ലനായി നിൽക്കുന്ന ഗോലിയാത്തിന്റെ നെറുകയിലേക്ക് കവണയിൽ നിന്ന് കല്ലെത്തി നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സഹോദരിമാർ സമാജം എല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്തെന്നറിയാമോ? പാടി. എന്ത് പാടി? ദാവീദ് 1000 കൊന്നു, ശൗല 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നുവെന്ന് ആർത്തു പാടുമ്പോ അവിടെയുള്ള ജനത്തിനും അവിടെയുള്ള ശൗലിന്റെ കുടുംബത്തിനും ശൗലിനും ഒന്നും അത്ര അത് പിടിച്ചില്ല. കാരണം ദൈവിക മഹത്വം വെളിപ്പെടുമ്പോൾ ചിലർക്ക് പിടിക്കത്തില്ല. ദൈവിക മഹത്വം ഉയർന്നു വരുമ്പോൾ ചിലർക്ക് മനസ്സിലാകത്തില്ല. ദൈവിക മഹത്വം വെളിപ്പെടുമ്പോൾ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ ആർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നല്ല, ദൈവ മഹത്വം വെളിപ്പെട്ടാൽ അവിടെ ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടാകുമെന്ന് ഇന്നു രാത്രി ആത്മാവിൽ ദൂത് പറയട്ടെ. അന്യഭാഷ നിറവിലുള്ള ആരാധന ചിലർക്ക് പിടിച്ചില്ലെന്ന് വന്നേക്കാം. അതൊക്കെ പഴഞ്ചം നിന്നുപോയതാന്ന് പറഞ്ഞേക്കാം. പക്ഷെ ആത്മനിറവിന്റെ ശക്തിയിൽ അന്യഭാഷയുടെ നിറവിൽ ആരാധിക്കുന്ന ജീവിതമേ, ആരെല്ലാം അതിനെ തടുത്തു കളവാൻ ശ്രമം നടത്തിയാലും അവരുടെ വാക്കുകളെ പുച്ഛിച്ച് പുറന്തള്ളിക്കൊണ്ട് നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയോടെ നിന്റെ ഭവനങ്ങളുടെ ഉള്ളറയിൽ, നിന്റെ സഭയുടെ ഉള്ളറയിൽ നീ ആത്മാവിൽ ആരാധിക്കുന്നുവെങ്കിൽ അവിടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്നു രാത്രി ആത്മാവ് ദൂത് പറയുക. ശമന റബദല വൈഡ പ്രബദലഗന്ധര ഗദലഗത്തി ശമന ഗടഗദര ജഗപക്ഷാദലംധര. ഇതിനകത്ത് ചാട്ടമുണ്ട്, ഇതിനകത്ത് മറിച്ചിൽ നൃത്തമുണ്ട്, ഇതിനകത്തെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ ആ പരിശുദ്ധാത്മാവിനാൽ ആകണമെന്ന് മാത്രം. ഏതെങ്കിലും ആത്മാവിനാൽ ആകണ്ട, വേണ്ട. പരിശുദ്ധാത്മാവിനെ നൃത്തം ചെയ്തുവെങ്കിൽ ദൈവം അത് അംഗീകരിക്കുകയാ. ശൗല് 1000 കൊന്നു, 10,000 കൊന്ന ദാവീദ് നിൽക്കുന്നുവെന്ന് അവിടെ ഉള്ളവരെല്ലാം കൂടെ അത്യുച്ചത്തിൽ പാടി. ശൗലിനത് പിടിച്ചില്ല. അന്ന് മുതൽ തുടങ്ങി കണ്ണുകടി. എന്ന് മുതലാ തുടങ്ങുന്നറിയാമോ? പിശാചിന് കണ്ണുകടി. നീ ആരാധിക്കാൻ തുടങ്ങുമ്പോ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ, ദൈവത്തിന് നന്ദി കരയറ്റാൻ തുടങ്ങുമ്പോ, മാനുഷിക വാക്കുകളുടെ മുമ്പിൽ പരിഗണിക്കാൻ നിൽക്കാതെ നിന്നിൽ പ്രാപിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയോടെ നീ ആരാധിക്കാൻ തുടങ്ങുമ്പോ പിശാചിന് കണ്ണുകടി തുടങ്ങുകയോ. കണ്ണുകടിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഇന്നു രാത്രി ഓർത്തുകൊള്ളണം. ഒലിവുമലയുടെ ആ താഴ്വാരത്തിലേക്ക് താണ്ടി വരുന്ന അരുമനാഥനാകുന്ന കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വസ്ത്രമിടാതിരിപ്പാൻ കഴിയത്തില്ല. അവർക്ക് ചില്ലകൾ വെട്ടിയിടാതിരിപ്പാൻ കഴിയത്തില്ല. അവർക്ക് ആർക്കാതിരിപ്പാൻ കഴിയത്തില്ല. അവന്റെ അത്ഭുതങ്ങളെ വർണ്ണിപ്പാതിരിപ്പാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്നു രാത്രി ഓർക്കുക, എന്റെയും നിങ്ങളുടെയും നടുവിലൂടെ നടകൊള്ളുന്നവനാകുന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആത്മനിയോഗത്താൽ ആത്മക്കണ്ണു തുറന്ന് കാണുന്ന ഒരു വ്യക്തിക്കും ആരാധിക്കാതിരിപ്പാൻ കഴിയത്തില്ല. അവൻ ആരാധിക്കും. കണ്ടവരെന്ത് ചെയ്യുന്നറിയാമോ? ആരാധിക്കും. കേട്ടുകൊണ്ട് ആരാധിച്ചാലൊക്കത്തില്ല. കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? അവന്റെ മഹത്വം, മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറയുന്നത് പോലെ അവന്റെ മഹത്വം
കണ്ടുകൊണ്ട് ആരാധിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി ആ യേശു കർത്താവ് ഒലിവുമലയുടെ താഴ്വാരം താണ്ടി വരുന്ന സമയത്ത് ഇവരിങ്ങനെ കടന്ന് ആർക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അരുമനാഥനാകുന്ന കർത്താവിന്റെ അടുത്ത് ചെന്ന് പറയുക, ആ കൂട്ടത്തോട് മിണ്ടാതിരിക്കാൻ പറ, ആ കൂട്ടത്തോട് മിണ്ടാതിരിക്കാൻ പറ. യേശുവോട് പറഞ്ഞു, ഞാനിപ്പം പറയാമെന്നാണ് പറഞ്ഞത്. പേടിച്ചു വിറച്ച് കർത്താവ് പറഞ്ഞോ ഉണ്ടായിരിക്കാം? യേശു പറഞ്ഞില്ല. യേശു കർത്താവ് പറയുക, അവർ മിണ്ടാതിരുന്നാൽ ഇവിടെ നിശ്ചലമായി കിടക്കുന്ന കല്ലുകൾക്ക് കൈയും കാലും വെച്ച് ആരാധിക്കാൻ തുടങ്ങും. പെന്തക്കോസ്തുകാരെ, നിങ്ങൾ ആരാധിക്കാതിരുന്നാൽ, നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ മറ്റുള്ള പലതിനും ദൈവം പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ദൈവം ആരാധിപ്പിക്കുമെന്ന് യേശുവിന്റെ വചനം ഇന്നു രാത്രി ആത്മനിയോഗത്തോടെ ദൂത് പറയുക. അപ്പൊ വചനം വ്യക്തമായി പറയുന്നു, യേശു കർത്താവ് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ, സന്തോഷത്തോടെ ജനം ഇറങ്ങി വരുമ്പോൾ, യേശു കർത്താവ് ഒരു ക്യാൻവാസിൽ പടർത്തിയിരിക്കുന്ന ഒരു ചിത്രം എന്ന പോലെ ജെറുസലേം ദേവാലയത്തെ കർത്താവ് അവിടെ കണ്ടു. അന്ന് അവിടെ ജെറുസലേം ദേവാലയം നിൽക്കുന്നത് യഹൂദന്റെ ഒരു അഹന്തയായി, അഹങ്കാരമായി ജെറുസലേം ദേവാലയം തടയെടുപ്പോടെ ആ ദേശത്ത് നിലകൊള്ളുകയാ. ആരും നീ ആരാണെന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ യഹൂദനാണെന്ന് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആലയമാണ് ആ പൊങ്ങി നിൽക്കുന്നതെന്ന് പറയും. സ്തോത്രം. ഇന്ന് പലതിനും അങ്ങനെയുള്ള ചിലതുണ്ട്, പൊങ്ങി നിൽക്കുന്ന ചിലത്, അല്ലെ, ദേശത്ത് അറിയപ്പെടുന്ന ചിലത്. അതിനെയൊക്കെ വിട്ടിട്ട് എങ്ങനെ ഇങ്ങോട്ട് പോരുന്നതെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുക, ഈ കാണുന്നതൊക്കെ താൽക്കാലികമാ, ഇതൊക്കെ തകർന്നടിയും. പക്ഷെ ദൈവത്തിന്റെ വചനമോ അതെന്തേക്കും നിലനിൽക്കുന്നതാ. ദൈവത്തിന്റെ വചനം. ചിലതിനെയൊക്കെ വിട്ടുപോരണമെങ്കിലുണ്ടല്ലോ ചില ബുദ്ധിമുട്ട. കാരണം ഇതൊക്കെ കണ്ടു കഴിയുമ്പോ എങ്ങനെ ഉപദേശി വിട്ടുപോരുന്നത്? കാലങ്ങളായി ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോരുന്നത്? പക്ഷെ യേശു പറയുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കാലഘട്ടം വന്നു. ഇപ്പോഴിതാ വന്നുമിരിക്കുന്നു. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അവനെ രക്ഷിതാവായി, അവനെ കർത്താവായി അംഗീകരിക്കാനുള്ള സമയം ഇതാകുന്നുവെന്ന് വിശുദ്ധ വേദ പുസ്തകം വളരെ വ്യക്തമായി അടിവരയിട്ട് ഇന്ന് ദേശത്തോട് വിളിച്ചു പറയുക. ഈ വചനം ഞങ്ങൾ വിളിച്ചു പറയാതിരുന്നാൽ നാളെ ഞങ്ങൾ ദൈവിക കോടതിയുടെ മുമ്പിൽ കുറ്റക്കാരായി തീരും. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൈകളെ മലർത്തി പറയുക, ദേശമേ ഉണരുക, ദേശമേ ശക്തീകരിക്കുക. ഇതാണ് യഥാർത്ഥ രക്ഷയുടെ ദൂത്. അപ്പോ ഒലിവുമലയുടെ ഇറക്കം ഇറങ്ങി വന്നപ്പോ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞു. കർത്താവ് ഒരു കാൻവാസിൽ പടർത്തിയിരിക്കുന്ന ചിത്രം എന്ന പോലെ ജെറുസലേം ദേവാലയത്തിന് വിദൂര ഭാവിയിൽ സംഭവിക്കാനുള്ള അതിന്റെ അധപ്പതനത്തിനെയും ആത്മനിയോഗത്തെ ദർശിച്ച കർത്താവ് പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് ഇടിഞ്ഞു പോകും കേട്ടോ. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് ഇല്ലായ്മയായി തീരുമെന്ന് യേശു കർത്താവ് പറയുകയാണ്. ഇന്ന് പണിതിരിക്കുന്ന പലതും എന്ത് ചെയ്യുന്നറിയാമോ? ഇടിഞ്ഞു പോകും. പല ബന്ധങ്ങളും എന്ത് ചെയ്യുന്നറിയാമോ? തകർന്നു പോകും. നമ്മൾ പലപ്പോഴും പലരോട് ചോദിക്കുമ്പോൾ പറയാനുള്ള കാര്യമുണ്ടോ? അയ്യോ അങ്ങനെ അങ്ങ് വരാൻ വെക്കുവോ? ബന്ധം ഇങ്ങനെ ആയി പോയില്ലേ? പക്ഷെ ഏതു ബന്ധങ്ങളും 6 അടി മണ്ണിന്റെ ശവക്കല്ലറകൾ കൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യമായി നിലനിൽക്കുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധമാ. ഈ ഭൂമിയുടെ ആയുസ് കൊണ്ട് തീരുന്ന ഒരു ബന്ധമല്ലത്. സ്തോത്രം. യെരൂശലേം ദേവാലയം യഹൂദന്റെ അഹന്തയാ, യഹൂദന്റെ അഹങ്കാരമാണെന്ന് ഞാൻ വ്യക്തമായി പറയാനുള്ള കാരണം അതിന്റെ ശില്പകല അത്ര വൈദഗ്ധ്യം നിറഞ്ഞതായിരുന്നു. ഹെരോദാവിന്റെ കാലഘട്ടങ്ങളിൽ ഏകദേശം 80 വർഷം കൊണ്ട് 10,000-ൽ പരം വരുന്ന വേലക്കാരെ കൊണ്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു മഹാസൗധമായിരുന്നു യെരൂശലേം ദേവാലയം. കൽഭിത്തികളിൽ പുട്ടിയിട്ട് പരുക്കനിട്ട് തേച്ച് മിനുക്കുകയല്ല ചെയ്തത്. അവരടിച്ചെടുത്ത തങ്കത്തകിടുകൾ പതിച്ച് അതിൽ കണ്ടുകണ്ട് അതിന്റെ ഉള്ളിലോട്ട് കയറുന്നവരേരും കണ്ണു മഞ്ഞളിച്ചു പോകും. കണ്ണു മഞ്ഞളിച്ചു നിൽക്കും. കാരണം അതിന്റെ തകിടുകൾ സ്വർണ്ണ തകിടുകളാ. പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും എന്ന് വേർതിരിച്ചിരിക്കുന്ന ആ മനോഹരമായ സൗധത്തെ വിട്ടുപോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. പക്ഷെ വിട്ടു പോരുന്നവർക്ക് ഈ ദൂത അനുഗ്രഹമാകട്ടോ. അതുകൊണ്ട് തിരുവചനം പറയുക, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ ആത്മാവിന്റെ സൗഖ്യത്തിന് വേണ്ടി, നിന്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള യാത്രയ്ക്ക് വേണ്ടി ഈ ദൂതനെ നീ ഉൾക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. യേശു കർത്താവിന്റെ പ്രവചനം
പ്രവചിച്ചതിന് 40 വർഷങ്ങൾക്ക് ശേഷം ജെറുസലേമിന്റെ മണ്ണ് കണ്ടു കിട്ടുകിട്ട വിറച്ചുകൊണ്ട് അവർ ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ജെറുസലേം ദേവാലയം തകിടം മറിയുന്നതായി അവർ കണ്ടു. ചരിത്രകാരന്മാരുടെ ചരിത്ര ഭാഷയിൽ അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുക, ആനയെ കെട്ടി അവർ ഉഴുതതിന് ഒരു കല്ലിന്മേൽ ഒരു കല്ല് ശേഷിക്കാതെ നാശം ഭവിച്ചുവെങ്കിൽ ഒരു കാര്യം വ്യക്തമായി ഓർക്കണം, അരുമനാഥനാകുന്ന കർത്താവ് വാമൊഴിയായി സംസാരിച്ച പ്രവചനങ്ങളൊന്നും ഭൂമണ്ഡലത്തിൽ നിറവേറാതിരുന്നിട്ടില്ല. ഇന്നു വരെ അത് നിറവേറി, നാളെയുടെ നീളയിലും അത് നിറവേറുക തന്നെ ചെയ്യും. സ്തോത്രം. അപ്പം യെരൂശലേം ദേവാലയത്തിന്റെ പതനത്തെ ആത്മനിയോഗത്താൽ ദർശിച്ച കർത്താവ് അവിടെ പറയുമ്പോ ഇന്നു രാത്രിയിൽ ഒരു ദൂത് പറയാനുണ്ട്. വിട്ടുപോരാൻ തടസ്സമായി നിൽക്കുന്ന സകലതും നശിച്ച് മണ്ണിന് വളമായി തീരും. അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരും, ഭൂഴി അതിനെ മൂടിക്കളയും. പക്ഷെ നിലനിൽക്കുന്നതൊന്നുണ്ടെങ്കിൽ ഇന്ന് നീ രക്ഷിതാവായി യേശുവിനെ സ്വീകരിച്ച, ഇന്ന് കർത്താവായി അവനെ സ്വീകരിച്ച, അതിലപ്പുറമായിട്ടൊരു മാറ്റമില്ല എന്ന് ഇന്നു രാത്രി പറയട്ടെ. സ്തോത്രം. അപ്പൊ യേശു കർത്താവിന്റെ പരശുശ കാലഘട്ടങ്ങളിൽ കർത്താവ് പല സ്ഥലങ്ങളിലും കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ 1-ാം ഭാഗത്തെ നിലവിളിയും കരച്ചിലുമായിട്ട് ഇതിനെ കാണട്ടെ. 2-ാം ഭാഗത്തെ നിലവിളി കർത്താവിന്റെ കരച്ചിൽ പോകുന്നത് തിരുവചനത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. യേശു കണ്ണുനീർ വാർത്തു, ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു, കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നുവെന്ന് അരുമനാഥനാകുന്ന കർത്താവ് ഒരു സമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എല്ലാവരും വിളിച്ചു പറയുന്ന ഒരു പദമാണത്. ഇന്ന് രാത്രിയിൽ അതിന്റെ കാലഘട്ടങ്ങളും അതിന്റെ അവസ്ഥകളും ഒക്കെ നല്ലവണ്ണം പലയാവർത്തി പല ദേവദാസന്മാരിലൂടെ നമ്മൾ കേട്ടവരാ. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ദൂത് നിങ്ങളുമായി കൈമാറാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. യേശു സ്നേഹിച്ച കുടുംബത്തിൽ അനർത്ഥം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്ന ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, അനർത്ഥം ഉണ്ടാകത്തില്ലെന്നോ വേദന ഉണ്ടാകത്തില്ലെന്നോ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നോ അല്ല. ഇന്ന് രാത്രി പറയുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് കരയുന്നവനാകുന്ന ഒരു അരുമനാഥനുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയട്ടെ. സ്തോത്രം. യേശു കർത്താവ് സ്നേഹിച്ച ഒരു കുടുംബം, മാർത്തയുടെയും മറിയയുടെയും അവിടെ സഹോദരനാകുന്ന ലാസറിന്റെ കുടുംബം. തിരുവചനം വ്യക്തമായി പറയുന്നു, പലയാവർത്തി യേശു കർത്താവ് വേല ചെയ്ത് വിഷമിച്ച ഭവനത്തിന്റെ ഉള്ളറയിൽ ചെല്ലുമ്പോൾ മാർത്ത വിശിഷ്ടമാകുന്ന ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കർത്താവിന്റെ മുമ്പിൽ വിളമ്പിക്കൊടുക്കുന്ന ഒരു ചരിത്രം വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുക. അരുമനാഥനാകുന്ന കർത്താവിന്റെ അടുത്തിരുന്ന് പാദമെടുത്തിരുന്ന് തിരുവചനങ്ങളെ പഠിക്കുന്ന ഒരു മറിയയും അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അന്ന് ഭവനാന്തരീക്ഷങ്ങളിലേക്ക് പലപ്പോഴും ചെല്ലാറുണ്ട്, അവർ കൊടുക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ആസ്വദിക്കാറുണ്ട്, അവിടെ തിരുവചനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ ശുശ്രൂഷ അല്പം അകലയിലേക്ക് നീണ്ടുപോയ സമയത്ത് യേശു കർത്താവ് ഒരു വാർത്ത കേൾക്കുകയാണ്, നീ സ്നേഹിച്ച ലാസർ മരണത്തോട് മല്ലടിക്കുന്നു, നീ അവിടെ ചെല്ലണം, മരിച്ചു, അതിനോടടുത്തേക്ക് പോകുകയാണെന്ന് യേശു കർത്താവിനോട് വാർത്ത കേൾക്കുമ്പോൾ യേശു കർത്താവ് ആ സമൂഹത്തിന്റെ മധ്യത്തിൽ അലമുറയിട്ട് കരയുകയല്ല കാണുന്നത്. യേശു കർത്താവ് പറയുക, ഈ ദീനം മരത്തിനായല്ല ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്. ഇന്ന് രാത്രിയിൽ ഓർത്തോണം, യേശു കർത്താവ് എന്നോടുകൂടെ കരയാനുണ്ടെങ്കിൽ ഏത് പ്രതികൂലവും അത് ഹിമം പോലെ ഉരുകി മാറും. യേശു കർത്താവ് എന്റെ അടുത്ത് ചേർന്ന് നിൽപ്പാനുണ്ടെങ്കിൽ ഏത് പ്രതികൂലവും ഏത് വൈതരണികളും ഏത് പ്രശ്നങ്ങളും ഏത് ആപൽഘട്ടങ്ങളും അത് എന്നിൽ നിന്ന് അകന്നു മാറുമെന്ന് യേശുവിന്റെ വചനം ഇന്ന് രാത്രി വിളിച്ചു പറയുക. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് ദൂരവേ നിൽക്കുന്ന സമയത്ത് ഈ വാർത്ത കർത്താവ് കേട്ടു. കർത്താവ് ശിഷ്യന്മാർ ആശ്ചര്യഭരിതരായി നോക്കുകയാണ്. യേശുവിനെ പോകാത്തത്, യേശുവിനെ അകന്നു നിൽക്കുന്നത്. ചോദ്യമിത, സമൂഹത്തിന്റെ ചോദ്യമിത. പ്രശ്നഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുള്ള ചോദ്യം, നിന്റെ ദൈവം എവിടെ? എവിടെയാണ് നിന്റെ ദൈവം? നിന്റെ ദൈവം ഇറങ്ങി വരാത്തത്. നേരം വെളുക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന, ഉപവാസത്തിന് വേണ്ടി കടന്നു പോകുന്ന, ജീവിതത്തിന്റെ ആഴ്ചയുടെ 7 ദിവസങ്ങളിൽ ചോദിക്കുമ്പോൾ 7 ദിവസവും ഉച്ചവരെയും വൈകിട്ടുവരെയും ഉപവാസമാണെന്ന് പറയുന്ന നിന്റെ ജീവിതത്തിൽ എന്ന പ്രശ്നഘട്ടം ഇന്നു രാത്രിയിൽ ദൂതുണ്ട്, ദൈവിക പ്രവൃത്തി വെളിപ്പെടാനാണ്. അന്ധനായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് ശിഷ്യവൃദ്ധന്മാർ പരകൗരുവായിട്ട് അവർ ഹൃദയത്തിൽ കരുതിക്കൊണ്ടതൊരു സംശയം യേശുവിന്റെ മുമ്പിലേക്ക് കൊടുക്കുകയെ, യേശുവേ
ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഇവൻ ഇങ്ങനെ പിറക്കാനുള്ള കാരണം ഇവന്റെ അപ്പനാണോ ഇവന്റെ അമ്മയാണോ, ആരാണ് ഇതിന്റെ കാരണം? കാരണം ന്യായപ്രമാണത്തിന്റെ സംഹിതകൾ അനുസരിച്ച് ശാപത്തിന്റെ കെട്ടുകൾ ദീർഘനാളുകളായി തുടരുമെന്നുള്ള ചിന്തയോടെ അവർ ചോദിക്കുക, ഏതെങ്കിലും ശാപത്തിന്റെ കെട്ടുകൾ ഈ കുടുംബത്തെ അലട്ടുന്നുകൊണ്ടാണോ ഇവൻ ഇങ്ങനെ അന്ധരായി പിടർന്ന് തപ്പി നടക്കുന്നത്? അരുമനാഥനാകുന്ന യേശു കർത്താവ് പറഞ്ഞില്ല ശാപത്തിന്റെ കെട്ടുകൊണ്ട അങ്ങനെ സംഭവിച്ചതെന്ന്. യേശു പറഞ്ഞത് ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിന്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർക്കുക, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവസ്ഥലിൽ നിലകൊള്ളുന്ന ദൈവവേദന ഒരു കാര്യം വ്യക്തമായി ഇന്ന് രാത്രിയിൽ ഓർക്കണം. ജീവിതത്തിലുള്ള പ്രശ്നഘട്ടങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ എന്തിനാണെന്ന് അറിയാമോ? ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഇന്ന് രാത്രി വിശ്വസിക്കണം, എന്റെ കർത്താവ് എന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദേശത്തിന്റെ നടുവിൽ, വ്യക്തികളുടെ നടുവിൽ എന്റെ കർത്താവിന് വെളിപ്പെടുത്താനുണ്ട്. അതുകൊണ്ട് തിരുവചനം പറഞ്ഞു, എന്നെ നിന്ദിക്കുന്നവർ, എന്നെ പരിഹസിക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളത്തെ തരുമാറാകണമെന്ന് ആത്മനിയോഗത്താൽ പ്രാർത്ഥിക്കുന്ന ഭക്തനോട് ചേർന്ന് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കഴിയണം. എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. അരുമനാഥനാകുന്ന കർത്താവ് ഈ ആലോചന കേട്ട്, വാർത്ത കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവിടെ തന്നെ പാർത്തു. യേശു കർത്താവ് 4 നാളായപ്പോൾ യേശു കർത്താവ് അവിടെ ചെല്ലുകയാ. യേശു കർത്താവ് അവരുടെ ഭവനത്തിന്റെ ഉള്ളറയിൽ ചെന്ന് കഴിയുമ്പോ പെട്ടെന്ന് ഞാൻ പോട്ടെ, മാർത്തയും മറിയും ഒക്കെ യേശുവിന്റെ അടുത്ത് വരിക. മാർത്തയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിന്റെ സഹോദരനാകുന്ന ലാസർ ഉയർക്കുമോ? എന്ത് സംശയം? ഉയർക്കും, പക്ഷെ ഒടുക്കത്തെ നാളിൽ. ഇന്ന് ആ സംശയത്തോടെ ഇരിക്കുന്നെങ്കിൽ ഒരു ദൂത് ഇത് പറവാനുണ്ട്. ദൈവിക പ്രവൃത്തി വിദൂരമല്ല, ദൈവിക പ്രവൃത്തി നിന്റെ അടുത്ത. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ, ഈ മണിക്കൂറുകൾക്കുള്ളിൽ, അകലെയുള്ളതാകട്ടെ, അടുത്തുള്ളതാകട്ടെ, ദൂരെയുള്ളതാകട്ടെ, ചാരയുള്ളതാകട്ടെ, ഏതുമേലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന കർത്താവ് ഇന്നു രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ അദൃശ്യമായ കരങ്ങൾ ജീവിതത്തിന്റെ വിഷയങ്ങളുടെ തൊടുമ്പോൾ എന്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കാം. യേശു കരഞ്ഞെങ്കിൽ ചുമ്മാതെ കരയത്തില്ല, ഒരു പ്രവൃത്തി മുൻകണ്ടുകൊണ്ട കരയുന്നത്. അവന്റെ കണ്ണുനീർ നിരത്തു വീണെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി കണ്ടേ അവൻ മടങ്ങത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ വ്യക്തമായി മനസ്സിലാക്കണം, അരുമനാഥനാകുന്ന കർത്താവിന്റെ വന്നപ്പോൾ അവൾ പറയുക, ഒടുക്കത്തെ നാളിൽ അല്ല മാർത്തേ, ഒടുക്കത്തെ നാളിൽ എന്നുള്ളത് പ്രത്യാശ നല്ലതാ, പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലത് ഇപ്പൊ നടക്കേണ്ടതുണ്ട്. ശമന റബദല ഹസ്തി ശമന, നാളെ നടക്കേണ്ടതല്ല, ഇപ്പോൾ നടക്കേണ്ടത്, ഈ ആഴ്ചകളിൽ നടക്കേണ്ടത്, ഈ മിനിറ്റുകളിൽ നടക്കേണ്ടത്. നിന്റെ ഭവനത്തിന്റെ ഉള്ളറിൽ എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, നിങ്ങളുടെ ഭവനങ്ങളുടെ ഉള്ളറിൽ ഈ നിമിഷം നടക്കേണ്ടുന്ന ചിലതുണ്ടെങ്കിൽ അരുമനാഥനാകുന്ന കർത്താവിന്റെ ആഗമനം ഇന്നു രാത്രി അതുമേലൊരു വിടുതൽ കൽപ്പിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ. യേശുവിന് ഇന്ന് രാത്രിയിൽ പ്രവർത്തിപ്പാൻ കഴിയും. തിരുവചനം അവിടെ പറയുന്നു, അവിടെ കൂടിയിരിക്കുന്ന ജനക അനുതാപ ഹൃദയത്തോടെ മാറത്തടിച്ചു കരയുന്നുണ്ട്. മാർത്തയും മറിയും കരയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ചിരിച്ചുല്ലസിപ്പാൻ യേശുവിന് കഴിയത്തില്ല. അരുമനാഥനാകുന്ന കർത്താവ് അവരോട് കൂടെ ചേർന്ന് കരയുക. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർക്കണം, നിന്നോട് കൂടെ ചേർന്ന് കരയാൻ ആരുമില്ലെന്ന് നീ ചിന്തിക്കരുത്. നിന്നോട് ചേർന്ന് കരയാൻ ലോകത്തിലെ ആരുമില്ലെങ്കിലും അപ്പം കാണത്തില്ല, അമ്മ കാണത്തില്ല, സഹോദരന്മാർ കാണത്തില്ല, സഹവിശ്വാസികൾ കാണത്തില്ല, സഭയിലെ പാർശ്വൽപ്പം കണ്ടെന്ന് വരത്തില്ല. പക്ഷെ നിന്നോട് ചേർന്ന് കരവാൻ ഒരുവനുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി ജീവനായി കാൽവരയിൽ ഊറ്റി തന്ന മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റും മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നും പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കുകയാണ്. ഇത് രാത്രി യേശുവിന് പ്രവർത്തിപ്പാൻ കഴിയും കേട്ടോ. ഏത് പ്രതികൂലങ്ങളെ തകർക്കുവാൻ യേശുവിന് കഴിയും. താമര കഥകളെ, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളവാൻ ശക്തിയുള്ളവനാകുന്ന കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. യേശുവിനെ ആരായിട്ടാണ് നീ കാണുന്നത്? ചിട്ടിക്കാരനായിട്ട് കർത്താവിനെ കാണരുത് കേട്ടോ. വ്യാഴാഴ്ച ദിവസങ്ങൾ വീട്ടിൽ വന്ന് ചിട്ടി വിരിക്കുന്നത് പൈസ തരുന്നതാണ്. അല്ലല്ല കർത്താവ് ഇതേതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടറായി മാത്രം കർത്താവിനെ കാണരുത്. പലപ്പോഴും ചെയ്യുന്നതിനെ പൈസയുടെ ആവശ്യം വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കും, രോഗം വരുമ്പോൾ യേശുവിന്റെ അടുത്ത് ചെല്ലും. അങ്ങനെ വിവിധ തലങ്ങളിൽ കാണുന്ന ഒരാളാണ് യേശു. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ഇറങ്ങി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാകുന്ന യേശു.
ഒരു കാര്യം കൂടെ ഓർത്തോണം, എല്ലാ നാളും അവനോടൊപ്പമാണെങ്കിൽ അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ നിന്നെ മാറോട് ചേർക്കുന്നവനാ എന്റെ കർത്താവെന്ന് ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തികളെ നാം എന്തിനാ വില കുറച്ച് കാണുന്നത്? സർവശക്തനാകുന്ന ദൈവം ആരാണെന്ന് നമ്മുടെ ചിന്ത. പ്രാരംഭത്തിൽ ഞാൻ പറയും, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും വാക്കിനാലുള്ള വാക്കി ദൈവം. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ മഹത്വവും വലുപ്പവും കാണിപ്പാനായി പ്രവാചകന്മാർ പ്രവചന ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ചില വേദഭാഗങ്ങളുണ്ട്. വളരെ ശ്രദ്ധേയമായ വേദഭാഗം. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. സ്വർഗത്തിൽ ഇരിക്കുകയും ഭൂമിയിൽ കാൽപാദം ഊന്നി നിൽക്കുകയും ചെയ്യുന്ന ദൈവം എത്ര വലിയവനാ ദൈവം. കടൽ വെള്ളത്തെ കൈക്കുമ്പിൾ കൊണ്ട് അളന്നു മാറ്റുന്ന ദൈവം എത്ര ദൈവമാ. സ്തോത്രം. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവനാകുന്ന ദൈവം എത്ര വലിയ ദൈവമാ. കുന്നുകളെയും പർവ്വതങ്ങളെയും തുലാസിലും വെള്ളിക്കോലിലും തൂക്കുന്നവനാകുന്ന ദൈവം എത്ര വലിയവനാകുന്ന ദൈവമാ. നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നവനാകുന്ന ദൈവം എത്ര വലിയ ദൈവമാ. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ആകാശത്തിൽ വിരിച്ച ദൈവം എത്ര വലിയ ദൈവമാ. നക്ഷത്രങ്ങളെ പേർ വിളിക്കുന്ന ദൈവം എത്ര വലിയ ദൈവമാ. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമേ ഇല്ല. സ്തോത്രം, സ്തോത്രം. യേശുവിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയും കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ സംശയങ്ങൾ ഇങ്ങനെ പൊന്തി നിൽക്കുക. ദൈവത്തിന് കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചു, ഇനി ഈ വർഷം പ്രവർത്തിക്കാൻ ഒക്കുമോ? കാലഘട്ടങ്ങൾക്കനുസൃതമായിട്ടും കാലചക്രങ്ങൾ തിരിയുന്നതിനനുസരിച്ച് ഗതിഭേദങ്ങൾ വരുന്നവനല്ല ദൈവത്തിന്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. എന്നങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇന്നും ദൈവമായിരിക്കുന്നത്. സ്തോത്രം. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അല്ലെ. പണ്ട് ഒരാളിങ്ങനെ പറയുന്നതിന് ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനാണ് ഒരു വലിയ സ്വർണ്ണക്കട്ട കൊടുത്തു. ഒരു വലിയ സ്വർണ്ണക്കട്ട കൊടുത്തു. സ്വർണ്ണക്കട്ട പൈസ എന്തെങ്കിലും ഇല്ല, പൊക്കോടോ, ഇത് ഫ്രീയാ. അപ്പൊ ഫ്രീയാന്ന് പറഞ്ഞ് സ്വർണ്ണക്കട്ട കയ്യിലോട്ട് കൊടുത്ത് ഇങ്ങനെ സ്വർണ്ണക്കട്ട ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പുള്ളിയുടെ ഉള്ളിലുള്ള ചിന്ത, ഇതുകൊണ്ട് വഴിയറമ്പിലൂടെ വല്ലതും കടന്നു പോകുമ്പോൾ വലിയൊരു തട്ടിക്കൊണ്ട് പോവുമോ. അപ്പൊ പുള്ളിക്ക് ഒരു ചിന്ത വന്നു, ഇതൊന്ന് പൊതിഞ്ഞോണ്ട് പോകാം, പൊതിഞ്ഞുകൊണ്ട് പോകാം. അപ്പം പുള്ളി അടുത്ത ചിന്ത എന്നാന്നറിയോ, ഈ സ്വർണ്ണക്കട്ട തന്ന ഈ വ്യക്തിക്ക് ഇത് പൊതിയാൻ ഒരു പേപ്പർ തരാൻ കഴിവുണ്ടോ? സ്വർണ്ണക്കട്ട തന്ന ദൈവത്തിന് ഈ വ്യക്തിക്ക് ഒരു പേപ്പർ തരാൻ, പൊതിഞ്ഞോണ്ട് പോകാൻ കഴിവ് ഉണ്ടോ? അതൊരു കളിയാക്കുന്ന ഒരു ചിന്തയല്ലേ? അത് കളിയാക്കുന്ന ഒരു ചിന്തയല്ലേ ഉള്ളിലോട്ട് വന്നത്? കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വർണ്ണക്കട്ട നിന്റെ കയ്യിലോട്ട് ഫ്രീ ആയിട്ട് വെച്ച് തന്നിട്ട് നീ എന്തിനാ ചിന്തിക്കുന്നത്? പൊതിഞ്ഞുകൊണ്ട് പോകാൻ പറയുക, തരാനുള്ള പേപ്പർ തരാൻ ആ പുള്ളിക്ക് കഴിയുമെന്ന്? ഇന്ന് രാത്രിയിൽ ഒരു കാര്യം വ്യക്തമായി പറയണം. ലോകത്തിൽ വെച്ച് ഏറ്റവും വിലയുള്ള തന്റെ പുത്രനെ ഭൂമണ്ഡലത്തിലേക്ക് എനിക്ക് വേണ്ടി അയച്ചു തന്നവൻ അവനോടുകൂടെ സകലതും എനിക്ക് നൽകാതിരിക്കുമോ? അതെന്റെ ആത്മീകമാകാം, എന്റെ ഭൗതികമാകാം, എന്റെ ശാരീരികമാകാം, എന്റെ മാനസികമാകാം. ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏത് വ്യതകളുടെ മേലും ഉദ്ധാരണവും വിടുതലും കൽപ്പിക്കാൻ കഴിവുള്ളവനെ ഞാൻ ആരാധിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമേ ഇല്ല. അപ്പോൾ അരുമനാഥനാകുന്ന കർത്താവ് മാർത്തയോടും മറിയോടും അവിടെ നിൽക്കുന്ന സകലിക്കുന്ന വ്യക്തികളോടും ചേർന്ന് അരുമനാഥനാകുന്ന കർത്താവ് കരയുമ്പോ അടുത്ത ചോദ്യം, യേശുവിന്റെ ചോദ്യം എന്നാണെന്ന് അറിയാമോ? നിങ്ങൾ അവനെ വെച്ചത് എവിടെയാ നിങ്ങൾ അവനെ വെച്ചത്? അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഗുഹ കണ്ടോ? അതിന്റെ മുകളിൽ ഊറ്റിവെച്ചിരിക്കുന്ന കല്ല് കണ്ടോ? അവിടെ വെച്ചിരിക്കുന്നേ. യേശു കാൽപാദങ്ങളെ ചവിട്ടി അങ്ങോട്ട് മന്ദം നീങ്ങുവാൻ ശ്രമം നടത്തുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം, ഗുരു. 4 ദിവസമായി. അത് കുഴപ്പമില്ല, നാറ്റം വെച്ചു. അസ്ഥിയോടും മാംസത്തോടും തൊക്കിനോടും വേർപെട്ട് ശരീരത്തിന്റെ ഞാടി നരമ്പുകളെല്ലാം വേർപെട്ട് തലയിലെ രോമകൂമങ്ങളെല്ലാം പിഴുതുമാറി മറ്റൊരു ദശയിൽ കിടക്കുന്ന ചീഞ്ഞടിഞ്ഞിരിക്കുന്ന ഡെഡ് ബോഡിയുടെ അടുത്ത് ചെന്ന്, ഗുരു എന്നാ ചെയ്യാൻ പോകുക? ഇന്നു രാത്രിയിൽ ഒരു കാര്യം വ്യക്തമായി പറയാം, അവൻ കരഞ്ഞെങ്കിൽ ഒരു പ്രവൃത്തി കണ്ടിട്ട് മടങ്ങത്തുള്ളൂ. യേശു കരഞ്ഞെങ്കിൽ ഒരു പ്രവൃത്തി കണ്ടേ മടങ്ങത്തുള്ളൂ. മുഖാമുഖത്തേക്ക് ദൃശ്യമാക്കി നീങ്ങുന്ന കർത്താവ് അവിടെ ചെല്ലുമ്പോൾ അരുമനാഥനാകുന്ന കർത്താവ് പറയുക, ആ കല്ല് നിങ്ങൾ ഉരുട്ടി മാറ്റുക എന്ന് പറഞ്ഞ് അവർ കല്ല് ഉരുട്ടി മാറ്റിയപ്പോൾ യേശു പറയുക, ലാസറേ പുറത്തു വരിക. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനാകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇരുളടഞ്ഞിരിക്കുന്ന ഗുഹകൾക്കുള്ളിലേക്ക് കയറി കട്ടപ്പെട്ടവനാകുന്ന ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇന്നു രാത്രി ഏതു വ്യതകൾക്ക് പരിഹാരം കൽപ്പിക്കാൻ
കഴിവുള്ളവനാകുന്ന ഒരു ദൈവം ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. സ്തോത്രം. ആ ഗുഹയ്ക്കുള്ളിലേക്ക് ജീവന്റെ വചനം അങ്ങോട്ട് കയറി ചെന്നു. കാരണം സൃഷ്ടിതാവ് പറഞ്ഞാൽ സൃഷ്ടി അനുസരിക്കും. ദാവീദ് അവന്റെ ഉള്ളിലേക്ക് വചനം കയറി ചെല്ലുമ്പോൾ ശരീരം ആ സകലം ചീഞ്ഞടിക്കുന്ന ഡെഡ് ബോഡി അങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് ചിന്തിക്കുക. പക്ഷെ അതിന്മേൽ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പഴയ ലാസറായിട്ടല്ല വരുന്നത്, രോഗമുള്ള ലാസറായിട്ടല്ല വരുന്നത്, പുതുക്കമുള്ളവനായി പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി ഈ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ആകുല ചിന്തയോടെ, ചില അനുഭവങ്ങളോടെ, വേദനയോടെ, ദുഃഖങ്ങളോടെ ഇവിടെ കടന്നു വന്നെങ്കിൽ മടങ്ങിപ്പോകുമ്പോൾ പുതുക്കം വന്ന ഒരു അനുഭവത്തോടെ, പുത്തനൊരു അനുഭവത്തോടെ, പുത്തനൊരു ആത്മനിറവോടെ, പുത്തനൊരു ആത്മശക്തിയോടെ, പുത്തനൊരു തീരുമാനത്തോടെ മടങ്ങുമെന്ന് വചനം ഇന്ന് പകൽ രാത്രി വിളിച്ചു പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓർക്കണം, യേശുവിന്റെ ശക്തി ഇരുളടഞ്ഞിരിക്കുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയാൽ അത് വിടുതലിന്റെ കാരണം. അവൻ അവിടെ കരഞ്ഞു, അവനൊരു പ്രവൃത്തി കണ്ടിട്ട് എന്റെ കർത്താവ് മടങ്ങത്തുള്ളൂ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയണം, ഇന്ന് രാത്രി പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയണം. തിരുവചനത്തിലേക്ക് അടുത്ത ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുക. സ്തോത്രം. എബ്രായലേഖനം എടുത്തു 5-ാം അധ്യായം അതിന് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എബ്രായലേഖനം 5-ാം അധ്യായം അതിന് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. ഭയഭക്തി നിമിത്തം എന്ത് ചെയ്യുന്നത് അറിയാമോ? ഉത്തരം ലഭിച്ചു. സ്തോത്രം. ഇത് എബ്രായ ലേഖന കർത്താവ് അവിടെ വ്യക്തമായി വിവരിക്കാനുള്ള കാരണം, എബ്രായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇച്ചിരി മന്ദത ഇപ്പൊ കൊണ്ടിരിക്കുക. ഇച്ചിരി മന്ദത അവരെ തീണ്ടിട്ടുണ്ട്, ഇച്ചിരി മന്ദത അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. മന്ദത അകറ്റുവാനുള്ള കാരണം എന്തെന്ന് പറയുമ്പോൾ, ധന്യനാകുന്ന പൗലോസ് ശ്ലീഹായുടെ പ്രസംഗം, സ്ത്രീകന്മാരുടെ പ്രസംഗങ്ങൾ യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ പലസ്തീന്റെ മണ്ണിന്റെ വിവിധ തലങ്ങളിൽ പ്രസംഗിച്ചു കേട്ടപ്പോ ചിലർ, യഹൂദ മതാനുസാരികളാകുന്ന ചിലർ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് അവർ കർത്താവിന്റെ വചനത്തിന്റെ പുറകെ അവർ യാത്ര ചെയ്തു വരികയാ. അവർ യാത്ര ചെയ്തു വരുമ്പോ ജീവിതത്തിൽ നേരിട്ട് ചില വിഷമസന്ധികളുടെ അടിസ്ഥാനത്തിൽ പലരുടെയും ജീവിതത്തിൽ ഒരു മന്ദത വ്യാപിക്കുവാൻ തുടങ്ങി. ചിലർ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കാൻ തുടങ്ങി. എന്നാ പ്രാർത്ഥന ഇനി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇനി ഒത്തിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ആയി തീർന്നല്ലോ. കാരണം അവർ വിട്ടിട്ട് പോകുന്നത് ചിലതല്ല, ആർഭാടമാകുന്ന ഒരു വലിയ ദേവാലയത്തെ അവർ വിട്ടിട്ട് പോരുകയാണ്. അവിടെ നിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ബലികളും അവർ വിട്ടിട്ട് പോരുകയാണ്. അവിടെയുള്ള പെരുന്നാളുകളെ അവർ വിട്ടിട്ട് പോരുകയാണ്. ആ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടങ്ങളിലും ഒരുപോലെ സമൂഹത്തിന് മുൻപിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന യഹൂദ സംസ്കാരത്തെ അവർ വിട്ടിട്ട് പോരുകയാണ്. യഹൂദ മതമേലന്മാരുമായിട്ടുള്ള ബന്ധങ്ങളെ അവർ വിട്ടിട്ട് പോരുകയാണ്. പ്രിയമുള്ളവരെ, അത് ഞാൻ ഓർപ്പിച്ച പോലെ ഇതൊക്കെ വിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ, വിട്ടാൽ പ്രയോജനവുമാണെന്ന് ഇന്ന് രാത്രിയിൽ ഓർത്തോണം. ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും ന്യായപ്രമാണത്തിന്റെ പുരോഗത ശുശ്രൂഷകളും പുരോഗത കർമ്മങ്ങളും ഒക്കെ എന്നേക്കുമായി തീർന്നു. യേശു എന്നേക്കുമായി ഒരു മഹാപുരോഗതനായി നിലനിൽക്കുന്നുവെന്നുള്ള തെളിവ് സ്വീകരാകുന്ന പൗലോസ് എബ്രായ ലേഖനത്തിലൂടെ യഹൂദ സംസ്കാരത്തിൽ നിന്ന് വന്നവരെ പരിചയപ്പെടുത്തുകയാണ്. യേശു കർത്താവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരണം അവരുടെ മുമ്പിലേക്ക് കർത്താവ് വെച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ വരുവാനിരുന്നതിന്റെ നിഴല, വരുവാനുള്ളവൻ വന്നു, അതൊക്കെ മാറിപ്പോയി എന്ന് അവരെ വ്യക്തമായി തെളിയിച്ചവരുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഇത് പലപ്പോഴും ഉൾക്കൊള്ളാനുള്ള ഒരു വൈമനസ്യം അവരെ തീണ്ടുകയാണ്. ആ വൈമനസ്യം തീണ്ടു നിൽക്കുമ്പോൾ ശ്ലീഹനാകുന്ന പൗലോസ് തന്നെ, എബ്രായ ലേഖന കർത്താവ് തന്നെ അവിടെ വ്യക്തമായി പറയുകയാണ്, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം യേശുവിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ചിന്ത ഇപ്രകാരം ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരാം. ഈ വചനം പാസ്റ്ററെ ഉപദേശി, ഈ വചനം യേശു മരിക്കത്തില്ല എന്നുള്ള രീതിയിലല്ല ഇത് ചമച്ചിരിക്കുന്നത്. പക്ഷെ യേശു മരിച്ചില്ലേ?
സ്ലീഹനാകുന്ന പൗലോസ് യേശുവിന്റെ മരണത്തിന് ശേഷം എബ്രായ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്ന വചനം, ഇതെങ്ങനെ ഈ വചനം കൊണ്ട് ധൈര്യപ്പെടും എന്നിത്യാദി ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. യേശു കാൽവരി ക്രൂശിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ മരിച്ചെന്നുള്ള സത്യമാണ്, അടക്കപ്പെട്ടെന്നുള്ള സത്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ വ്യക്തമായി ഓർക്കണം, മരണത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ അവിടെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. യേശുവിടെ പറയുന്നത്, ജീവിതത്തിൽ കഷ്ടതയുണ്ട്, ജീവിതത്തിൽ വേദനയുണ്ട്, ജീവിതത്തിൽ ദുഃഖമുണ്ട്, പക്ഷെ ദുഃഖങ്ങളെ നിങ്ങൾ അതിജീവിപ്പാൻ കഴിയുമെന്ന് കർത്താവ് അവിടെ തെളിവ് നിരത്തി പറയുകയാണ്. എത്ര ദിവസമാണെന്ന് അറിയാമോ? 3 ദിവസത്തിന് പാതാളത്തിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞുള്ളൂ. 3 ദിവസത്തിന് മരണത്തിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞുള്ളൂ. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്ന് എബ്രായ വിശ്വാസികളെ അവിടെ ധൈര്യപ്പെടുത്തുകയാണ്. ഇന്നു രാത്രിയിൽ വ്യക്തമായി ഓർക്കണം, ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ, ഇങ്ങനെയൊക്കെ ആയിട്ടും ഇങ്ങനെയൊക്കെ കഷ്ടതയുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആയിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം വ്യക്തമായി ഓർക്കണം, കഷ്ടതയ്ക്കും വേദനകൾക്കും ഒരു പരിധി കർത്താവ് വരുത്തുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് സഹിക്കാവുന്നതിന് മീതെ പരീക്ഷ കർത്താവ് എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ജീവിതത്തിൽ തരത്തില്ല. സ്തോത്രം. നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാ, കാറിന് അടിക്കുന്ന, ടയറിന് അടിക്കുന്ന പൗണ്ട് വെച്ച് അടിക്കുന്നത്, അല്ലെങ്കിൽ 35 പൗണ്ട് അതിനടിച്ചു. എന്നാലും ട്രാക്ടറിന്റെ വീലുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും, ചേട്ടോ 35 അടിക്കാം. അല്ലല്ല, ഇതിന് 80 അടിച്ചാലേ ഇത് ഓടത്തുള്ളൂ. എന്നാൽ അന്ന് പറയുക, കാറുമായിട്ട് എന്നിട്ട് പറയുക, ട്രാക്ടറിന് 80 അടിച്ചത്, അതുകൊണ്ട് എൻ്റെ കാറിന് 80 അടിക്കണം എന്ന് പറഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർക്കണം, നിന്റെ മനസ്സിന്റെ അവസ്ഥകൾ നിനക്ക് താങ്ങാൻ കഴിയുന്നതിന്റെ കഴിവ് യത്യാദി സ്വർഗത്തിലെ ദൈവത്തിന് വ്യക്തമറിയായിട്ടറിയാം. സഹിക്കാവുന്നതിന് മീതി ഒരു പരീക്ഷ തരുന്ന ഒരു ദൈവമല്ല, സഹിക്കാവുന്നത് മാത്രം നിന്റെ ജീവിതത്തിൽ തരുന്ന ഒരു ദൈവമാണ് എന്ന് ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. എബ്രായ വിശ്വാസികളെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവിടെ ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയോദന കടിച്ചു ഭയഭക്തി നിമിത്തം യേശുവിന് അവിടെ ഉത്തരം അരുളിയതുപോലെ എബ്രായ വിശ്വാസികളെ നിങ്ങൾക്കും ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് അവിടെ വ്യക്തമായി അവിടെ വിളിച്ചു പറയുകയാണ്. നമ്മുടെ ചിന്ത ഇതല്ലേ, ഉത്തരം കർത്താവിനാ തരാത്തത്, ദൈവം എന്നെ ഇത്ര നാളായിട്ട് ഉത്തരം തരാത്തത്, ദൈവത്തിന് ഉത്തരം തരാൻ മടിയല്ല. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രിയിൽ ഓർക്കണം, നമ്മുടെ സമയമല്ലല്ലോ ദൈവത്തിന്റെ സമയം. നമ്മുടെ ചില തീരുമാനങ്ങളും അടിവരെയും അടിക്കുറിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പുസ്തകത്തിലും ബൈബിളിലും ഒക്കെ എഴുതി വെച്ചിരിക്കും, ഈ സമയത്ത് ദൈവം പ്രവർത്തിക്കണേ. പക്ഷെ ആ സമയങ്ങൾ കഴിഞ്ഞു. 2023 എഴുതി വെച്ചു, 23 ദിവസങ്ങളും ദിനങ്ങളും ദിനരാത്രങ്ങളും കഴിഞ്ഞു പോയി. 2024 പ്രവേശിച്ചു. ഈ സമയം വരെ എന്നാ ദൈവം പ്രവർത്തിക്കാത്തത്? പ്രിയമുള്ളവരെ, നിന്റെ സമയത്ത് പ്രവർത്തിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കത്തില്ല. നിന്റെ ഇഷ്ടപ്രകാരം പലതും ചെയ്താൽ പല കാര്യങ്ങളും ദൈവം ഉദ്ദേശിക്കുന്ന പോലെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലാത്തത് കൊണ്ട് ദൈവം ചിലത് താമസിപ്പിക്കുക. ദൈവം ചിലത് താമസിപ്പിക്കുന്നത് അത് നന്മയ്ക്കാണെന്ന് ഇന്ന് പകൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയണമെന്ന് യേശുവിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തിരുവചന സൂക്ഷിച്ച് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം എടുത്താണ് 27-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം കൂടെ, 27-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം കൂടെ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടായി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബ്ദാനി എന്ന് അരാമ്യ ഭാഷയിൽ കർത്താവ് നിലവിളിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തർത്ഥമുള്ള ഭാഷയിൽ ദൈവം യേശുവോട് നിലവിളിക്കുകയാ. പ്രിയമുള്ളവരെ, ദൈവം തന്നെ കൈവിട്ടു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ വിടുതലിന് വേണ്ടി. ആ കരച്ചില് ഇന്നും അത് മുഴങ്ങുകയാ. ആ കരച്ചിലിന്റെ ശബ്ദം പറയുന്നതെന്നറിയാമോ? എന്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവാം ദൈവം പുത്രനെ കൈവിട്ടു എന്ന്. ഇന്ന് രാത്രിയിൽ ഓർക്കണം, നമ്മുടെ വേദനയുടെ സമയത്ത് യേശു കൂട്ടത്തിലുണ്ട്. പക്ഷെ യേശുവിന്റെ വേദനയുടെ സമയത്ത് പിതാവ് പോലും കൂട്ടത്തിൽ ഇല്ലായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ ചിന്തിക്കണം. അത് എനിക്ക് വേണ്ടിയാണെന്നുള്ള തികഞ്ഞ ബോധ്യം അവിടെ ഭരിക്കണം.
അവിടെ പറയുക. അപ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് പറയുക, അവിടെ ഏലിയാവേ വിളിക്കുന്നു. പുള്ളിക്ക് എന്നാ ചെയ്തില്ല, കാര്യങ്ങൾ എന്ത് ചെയ്തില്ല, ഇതൊന്നും മനസ്സിലായില്ല, ഒരു കാര്യവും മനസ്സിലായില്ല. ഇന്നിങ്ങനെ പലരും ഉണ്ട്. എന്താണെന്നറിയാമോ, യേശു പറയുന്നത് എന്നാന്ന് ജീവിതത്തിൽ എന്ത് ചെയ്യും മനസ്സിലാകത്തില്ല, എന്നാ പറയുന്നത് പോലും മനസ്സിലാകത്തില്ല. കാരണം യേശുവിന് പറയാനായിട്ട് എന്തെങ്കിലും സാഹചര്യം കൊടുക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നേരം വെളുക്കുന്ന തൊട്ട് സന്ധ്യയാകത്തിന് വരെ ഇങ്ങനെ ഓരോ ജൽപ്പനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമ്പുരാൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കാൻ അല്പം മനസ്സ് വെച്ചാൽ സർവശക്തനാകുന്ന ദൈവം നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ചെവികളിലേക്ക് മന്ദമായി നിന്നെ കുറിച്ചുള്ള ആലോചന ദൈവം തരുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ യേശു അവിടെ കാണുവാൻ കഴിയുന്നത്, യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് യേശു നിലവിളിക്കുക. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്നർത്ഥമുള്ള ഭാഷയിൽ അവിടെ കർത്താവ് നിലവിളിക്കുക. യേശു കർത്താവ് അവിടെ നിലവിളിക്കുന്നതിന് പുറകിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. മതരാഷ്ട്രീയ കോടതികളിൽ അരുമനാഥരാകുന്ന കർത്താവ് വിധിക്കപ്പെട്ടു. പീലാത്തോസിന്റെയും കയ്യഫാവിന്റെയും ഒക്കെ മതരാധി കോടതികളിൽ, അവരുടെ അരമനകളിൽ യേശു കയറിയിറങ്ങി. അരമനകളിൽ കയറിയിറങ്ങി അവരെല്ലാം ഒന്നിച്ചൊരു തീരുമാനം പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവുമില്ല. പക്ഷെ മുൻപ് മുതലേ ചില കാലഘട്ടങ്ങളായി 33.5 വയസ്സ് വരെ അവന്റെ പുറകെ പിന്നി നടന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനം അവിടെ ആക്രോശിച്ച് വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് യേശുവിന്റെ നേരെ അവർ ആക്രോശിച്ച് വിളിച്ചു പറഞ്ഞു. മതരാഷ്ട്രീയ കോടതികൾ വ്യക്തികൾക്ക് നിലനിൽപ്പാകാൻ ആവശ്യമായതുകൊണ്ട് അവരുടെ വാക്കുകൾ പരിഗണക്കെടുത്തു. അവരോട് ചോദിച്ചു, ഞങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബറബ്ബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് അവിടെ വിളിച്ചു പറഞ്ഞു. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരു നഗ്നസത്യം ഈ കാലഘട്ടങ്ങൾക്ക് പുറകിൽ അവിടെ സംഭവിക്കുക. എന്തെന്ന്, അനീതി കൊണ്ട്, അധർമ്മം കൊണ്ട്, തെറ്റുകൾ കൊണ്ട് ലോകത്തെ കിടുകിട വിറപ്പിച്ചിരിക്കുന്ന പലർക്കും നീതിയും ന്യായവും നടത്തിക്കൊടുക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന പലർക്കും ന്യായമില്ലാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ന്യായാധിപതിയായി ഒരുവൻ നിനക്ക് വേണ്ടി എഴുന്നള്ളി വരുന്നുണ്ട്. ന്യായമായി വിധിക്കുന്ന ഒരു കർത്താവ് എഴുന്നള്ളി വരുന്നുണ്ട്. വ്യക്തമായി വിധിക്കുന്ന ഒരുവൻ എഴുന്നള്ളി വരുന്നുണ്ട്. ന്യായം അവന്റെ പക്കലുണ്ട്. ഏത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കാൻ ശ്രമിച്ചാലും സത്യത്തെ തടുക്കുന്ന അനീതിക്കും അധർമ്മത്തിനും എതിരായി ഇറങ്ങുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് ഇന്ന് രാത്രിയിൽ വ്യക്തമായി കണ്ടറിയണം. വ്യക്തികൾ ഇറങ്ങിയാൽ എനിക്ക് വേണ്ടി ഒരു പ്രയോജനമില്ല കേട്ടോ. പക്ഷെ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി, ന്യായമായി വിധിക്കുന്നവന്റെ വിധിക്ക് വേണ്ടി ഞാനും നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ ഒരു ദൈവിക പ്രവൃത്തി എന്റെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയുമെന്ന് ഈ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി വിളിച്ചു പറയുക. അവർ പറയുക, ബറബ്ബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഞെട്ടിപ്പോയി പീലാത്തോസും കയ്യഫാവും, അവിടെയുള്ളവരെല്ലാം ഞെട്ടി. കാരണം ആ രാജ്യത്ത്, ആ സ്ഥലങ്ങളിലൂടെ കിടുകിട വിറപ്പിച്ച് കൊണ്ടു നടക്കുന്ന പൈസകൾ മുഴുവൻ ആക്രമിച്ച് വാളുകൾ ഉപയോഗിച്ച് ജനങ്ങളെ കുത്തി മുറിവേൽപ്പിച്ച് ഒരു കൊലപാതകനായിട്ട് തടവിന് വിധിക്കപ്പെട്ട, ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ബറബ്ബാസ് എന്ന് പറയുന്ന കൊടും ക്രൂരനെ യേശുവിന് പകരമായി ഫ്രീ ആക്കി വിട്. അനീതി ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു തെറ്റും അധർമ്മവും ചെയ്യാത്ത കോടതികൾ വിധി പറഞ്ഞു. അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് വിധി പറഞ്ഞിട്ടും അവരുടെ നാവുകൾ അടങ്ങി നിൽക്കുവാൻ കഴിയാതെ തെറ്റില്ലാത്തവനെ ക്രൂശിക്കാൻ പറയുന്നുവെങ്കിൽ പീലാത്തോസ് അവരുടെ വാക്കുകളുടെ മുമ്പിൽ വില കൊടുത്തിട്ട് പറയുക, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോ, ബറബ്ബാസിനെ വിട്ടുതരിക. അവർക്ക് പ്രസാദമായി തീർന്നു. എന്നാൽ തിരുവചനം വ്യക്തമായി പറയുന്നു, അരുമനാഥനാകുന്ന കർത്താവ് കോടതികളുടെ വിധികൾ കേട്ടുകൊണ്ട് യേശു കർത്താവിന്റെ ശരീരത്തിൽ ചാട്ടവാറൻ അടിപ്പാനായി അവർ ഏൽപ്പിച്ചു. തിരുവചനം വ്യക്തമായി പറയുന്നു, 1 കുറയെ 40 അടി 39 അടി യേശുവിന്റെ ശരീരത്തിന്മേൽ കൊണ്ടു. പുറം ഉടവ് ചാല് പോലെ കീറപ്പെട്ടു. കണ്ടാൽ ഇതൊരു മനുഷ്യ രൂപമാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ യേശുവിന്റെ ശരീരം വികൃതമായി തീർന്നു. അവന്റെ തലയിൽ മുൾക്കിരീടം ധരിക്കപ്പെട്ടു. ആണികൾ കണ്ണുകളിലൂടെ ആഴ്ന്നു താഴോട്ടിറങ്ങി. അവന്റെ ശരീരം വികൃതമായി തീർന്നു. രോമകൂപകൾ റോമൻ നാണയം ഉപയോഗിച്ച് പിഴുതെറിഞ്ഞു. ശരീരത്തിൽ രക്തം കട്ടകെട്ടി കിടക്കുന്നുണ്ട്. ശരീരത്തിന്റെ രൂപം മുഴുവൻ മാറി. ആരുടെ ഒരു 1000ങ്ങളിൽ സുന്ദരനായ, 10,000ങ്ങളിൽ ശ്രേഷ്ഠനായ എന്റെ കർത്താവിന്റെ രൂപം പൂർണ്ണമായി മാറിയത്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർക്കണം, എന്നെ സൗന്ദര്യമുള്ളവനാക്കുവാൻ, എന്നെ സൗന്ദര്യമുള്ളവനാക്കുവാൻ വേണ്ടി എന്റെ കർത്താവിന്റെ ശരീരം വികൃതമായെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ഒരുവന് ഈ രക്ഷയുടെ സന്ദേശം ഉപയോഗമുള്ളതായി തീരുമെന്ന് ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ. തീർന്നില്ല, വൈരാഗ്യം ഒതുങ്ങുന്നില്ല.
ദീർഘനാളുകളായി കാത്തുകൊണ്ടിരുന്ന യഹൂദ മതാനുസാരികളുടെ പരീശന്മാരുടെ ശാസ്ത്ര സമൂഹത്തിന്റെ ആ ശാസ്ത്രിമാരുടെ അവരുടെ അവഗണനകൾക്ക് വ്യക്തമായ അവഗണനകൾക്ക് വ്യക്തമായിട്ട് പ്രതികാരം നടത്തുവാനുള്ള ഒരു സമയമായി അതിനെ കണ്ടെത്തിക്കൊണ്ട് യേശുവിനെതിരെ അവർ ആക്രോശിക്കുക. യേശുവിന്റെ മുഖത്തവർ തുപ്പി, കണ്ണുകെട്ടി തല്ലി. പ്രവചിക്കാം. ആരാ നിന്നെ തല്ലിയത്? യേശു പ്രവചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ യേശു പ്രവചിച്ചിട്ടുണ്ട്. അവന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ മുഴുവൻ പ്രവചനമായിരുന്നു. ആ പ്രവചനത്തിന്റെ വാക്കുകൾ കേട്ടവർ മാനസാന്തര തലങ്ങളിലേക്ക് അവർ അടുത്തു വന്നു. പാപിനിയായ സ്ത്രീയോട് യേശു പറഞ്ഞ പാപം ചെയ്യരുതെന്ന് ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞു. അവർക്ക് പാപം ചെയ്യുവാൻ യേശുവിനും അവർക്ക് കഴിഞ്ഞില്ല. ശമര്യക്കാരത്തിയാകുന്ന സ്ത്രീ പാപത്തെ പുൽകിക്കൊണ്ട് ജീവിതത്തിൽ യാത്ര ചെയ്ത അവളുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ ലാവണ്യ വചനങ്ങൾ പ്രവചന ആത്മാവിൽ കടന്നു ചെന്നപ്പോൾ അവരുടെ ജീവിതത്തിനത് മാറ്റം വരുത്തി. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും ഒക്കെ നടത്തിയ അരിമനാഥനാകുന്ന കർത്താവിനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചു നിൽക്കുകയാ. അവന്റെ പുറമടിച്ചവർ കീറി, ഉടവിച്ചാലും ഉഴവ് പൊളി കീറുന്നത് പോലെ 2 സൈഡിലേക്കും ശരീരത്തിന്റെ മാംസം പറഞ്ഞു നീങ്ങി. അവന്റെ ശരീരത്തിന്റെ അസ്ഥികൾ തെളിഞ്ഞു വന്നു. അതിലൂടെ ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ താഴോട്ടൊഴുകി വരികയാ. അതുകൊണ്ട് തിരുവചനം പറയുക, ഈ ഒഴുകിയ യേശുവിന്റെ രക്തം ഇന്നു രാത്രി സകല പാപവും പോക്കി ദേശമേ നമ്മെ ശുദ്ധീകരിപ്പാൻ മതിയായതോ. പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് പാപം എന്തെന്നറിയാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപം ചെയ്ത തെറ്റില്ല, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ഞാനൊരു പാപിയാ, എന്നോട് ആര് ക്ഷമിക്കും, എന്നോട് ആര് പൊറുക്കും, ഈ അപരാധത്തിന് പരിഹാരം ആര് വരുത്തി തരുമെന്ന് ചിന്തിച്ചു മനം കലങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായുടെ മണ്ണിലൂടെ നഗ്നപാതകനായി നടന്നു നീങ്ങി പച്ചപ്പൈമരത്തിന്റെ ക്രൂശ് തുകളിൽ വഹിച്ചുകൊണ്ട് പോയ അരിമനാഥനാകുന്ന യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഈ ചുറ്റു വീണ ഓരോ തുള്ളി രക്തവും ഇന്നു രാത്രി ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയാ, ഈ ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണെന്ന് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകുന്ന രക്തം. യേശു കർത്താവിനെ ക്രൂശിപ്പാനായി കൊണ്ടുപോകുമ്പോൾ പടയാളികൾ മാറി മാറി അവന്റെ പുറത്തടിച്ചു. വിലാപ്പുറത്ത് അവരുടെ ശരീരം മുഴുവൻ വികൃതമായി തീർന്നു. പച്ചപ്പൈമരത്തിന്റെ ക്രൂശിന്മേൽ കൈകാലികൾ വിരിച്ച് കൂർത്തുമൂർത്ത ആണികൾ, ഇരുമ്പാണികൾ കർത്താവിന്റെ ശരീരത്തടിച്ചു. തിരിച്ചു പ്രതികരിപ്പാൻ യേശു തയ്യാറായില്ല. യേശുവിനെ പിടിപ്പാൻ വന്ന മഹാപുരോഹിതന്റെ സേവകന്റെ കാത് പത്രോസ് വൈഡം കൈ കൊണ്ട് അറിഞ്ഞ് താഴെയിടുമ്പോൾ, നിനക്കങ്ങനെ വരണമെന്ന് പറഞ്ഞ് യേശു സന്തോഷിക്കുന്ന യേശുവിനെയല്ല കണ്ടത്. അവൻ ചെയ്ത തെറ്റുകളെ കണ്ടുകൊണ്ട് അറ്റുപോയ കാതിരി എടുത്ത് അതേ സ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു കൊടുക്കുന്ന യേശുവിന്റെ സ്നേഹം, ഒറ്റിക്കൊടുക്കാൻ വന്നവനെ സഹോദര, സ്നേഹിത എന്ന് വിളിക്കുന്ന യേശുവിന്റെ ആ സ്നേഹം ഇന്നു രാത്രിയിൽ എന്നോട് നിങ്ങളോട് പറയുക. ഈ സ്നേഹം ഇന്നു രാത്രിയിൽ ചിലരെ കൂടെ ദേശത്തുനിന്ന് മാടി വിളിക്കുകയാ. അവന്റെ മകനാകുവാൻ, അവന്റെ മകളാകുവാൻ ഇന്നു രാത്രി മാടി വിളിക്കുകയാ. അപ്പോൾ പച്ചപ്പൈമരത്തിന്റെ ക്രൂശിലേക്ക്, തടിക്കഷ്ണത്തിലേക്ക് കൂർത്തുമൂർത്ത ആണികൾ കുത്തിയിറക്കുമ്പോൾ യേശു ദൂതസഞ്ചയത്തെ വിളിച്ചില്ല. പക്ഷെ ഗെത്സമനിൽ അവനെ ധൈര്യപ്പെടുത്തുവാൻ ദൂതൻ വന്നു. ആ ദൂതസഞ്ചയം ഇപ്പോഴും ആകാശ മണ്ഡലങ്ങളിലുണ്ട്. ഒരു വാക്ക് കൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ 12 ലഗിയോനിൽ അധികമാകുന്ന ദൂതസഞ്ചയം ഇറങ്ങി വന്ന് യേശുവിനെ ക്രൂശിക്കുന്നവരുടെ ചാട്ടവാറുകളെ തകർത്തുകളയും, കുന്തമുനകളെ ഉടച്ചുകളയും. പക്ഷെ യേശു അത് ചെയ്തില്ല. യേശുവിന്റെ കൂടെ സഹചാരികളായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞില്ല, എന്നെ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ വിപ്ലവം ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല. വാളുകൊണ്ട് പയറ്റുവാൻ നല്ലവണ്ണം അഭ്യാസം തികഞ്ഞ ആൾക്കാർ യേശുവിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ യേശു അത് ചെയ്തില്ല. വടി തടഞ്ഞില്ല, കല്ലെറിഞ്ഞില്ല, യേശു വിപ്ലവം സൃഷ്ടിച്ചില്ല, യേശു കർത്താവിന് ആഹ്വാനം കൊടുത്തില്ല, യേശുവോട് പോരാടാൻ തന്റെ അനുയായികളോട് പറഞ്ഞില്ല. കാരണം അവന്റെ അനുയായികളുടെ നോട്ടത്തിൽ യേശു ചോദിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്റെ സേവകർ പോരാടുമായിരുന്നുവെന്ന് അവനെ ശാസിച്ചു കർത്താവ് പറഞ്ഞു. പക്ഷെ കർത്താവിന്റെ രാജ്യം ഐഹികമായി ലോകത്തിനുള്ളതായിരുന്നില്ല.
യഹൂദമതാനുസാരികളാകുന്ന ശിഷ്യന്മാർ ചിന്തി റോമൻ ഭരണത്തിന്റെ ചാണചക്രങ്ങളെ ചവിട്ടി ഒരു ദിശയിലേക്ക് ഒതിച്ചിട്ട് റോമസിംഹാസനത്തിലേക്ക് യേശു ആരൂഢനായി കടന്നു വരും. മാത്രമല്ല, യേശു കടന്നു വരുന്ന ആരൂഢനായിരിക്കുമ്പോൾ അവരെ മന്ത്രിസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും അവരോധിക്കപ്പെടുമെന്നുള്ള ചിന്തയോടെ ഇരിക്കുമ്പോൾ യേശു പറയുക, എന്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെ അരുമനാഥനാകുന്ന കർത്താവിനെ ഇരുകള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി കിടക്കുന്ന യേശു ഇരു കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി കിടക്കുമ്പോൾ അവന്റെ വിലാപ്പുറത്ത് കുത്തി മരണം ഉറപ്പുവരുത്തി. ഇന്നു രാത്രി ഓർക്കണം, യേശുവിന്റെ ശരീരത്തെ കുത്തി മരണം ഉറപ്പുവരുത്തി. അവസാന രക്തവും വെള്ളവും കലർന്നൊരു ദ്രാവകം ശരീരത്തിൽ ദൂരി വന്നപ്പോൾ അവർ ഉറപ്പിച്ചു, യേശു മരിച്ചു. അരിമത്ഥ്യക്കാരനാകുന്ന യോസഫിന്റെ കല്ലറയിൽ ആരെയും അടക്കം ചെയ്യാത്ത തനിക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി വെട്ടിയെടുത്ത മനോഹരമായ കല്ലറയിൽ യേശുവിന്റെ ശരീരം ശീലകളിൽ ചുറ്റി പൊതിഞ്ഞു കെട്ടി അതിന്റെ അകത്ത് വെച്ചു. യോസഫ് കല്ലുരുട്ടി വെച്ചു. റോമൻ ഗവൺമെന്റ് ഇമ്പീരിയ മുദ്ര പതിച്ചു. റോമൻ ഗവൺമെന്റ് കാരാഗ്രഹത്തിന് ആ ഗുഹയ്ക്ക് കാവൽ നിർത്തി. പക്ഷെ അരുമനാഥനാകുന്ന കർത്താവിന്റെ പ്രവചനത്തിന്റെ നിവർത്തീകരണം മരണത്തിന്റെ അവസാന വേളയിലും അവിടെ നിവർത്തീകരിക്കുകയാണ്. യേശു മരിച്ചിട്ട് 3-ാം നാൾ കല്ലറകളെ ഭേദിച്ചുയർത്തു വന്നു. ഇന്ന് യേശു എവിടെ എന്ന് ചോദിച്ചാൽ, യേശു എന്റെ അടുത്തു നിൽപ്പുണ്ട്, യേശു നിങ്ങളുടെ അടുത്തു നിൽപ്പുണ്ട്. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഗലീലയിലുള്ള പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തോ, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ഇന്ന് നമ്മളുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞ അരുമനാഥനാകുന്ന കർത്താവിന്റെ മടങ്ങി വരവാ. ഈ രാത്രിയിൽ ഇത് സംഭവിക്കാം, ഈ 24 ഇത് സംഭവിക്കാം, ഈ 24 മാസങ്ങൾ ഇത് സംഭവിക്കാം. ആവലുള്ള ഹൃദയം എത്രയുണ്ട്. ഇന്ന് രാത്രി ദേശമേ ഓർക്കുക, യേശുവിന്റെ മടങ്ങി വരവ് സമീപമായി. അതുകൊണ്ട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുക, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇന്ന് രാത്രിയിൽ ഈ വചന കേൾവിയുടെ മുമ്പിൽ എത്ര പേർക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ജീവനം സമർപ്പിക്കാൻ കഴിയും? നിങ്ങൾ ഭവനത്തിന്റെ തിന്നാടിയിൽ ഇരിക്കാതിരിക്കാം, നിങ്ങൾ ഭവനത്തിന്റെ ഉമ്മറത്തൂടെ ഉലാവുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഭവനത്തിന്റെ ഉള്ളറിൽ കട്ടിൽ കിടന്ന് ഒരു നിമിഷം നിദ്രയിലേക്ക് വഴുതി പോകുന്ന സമയത്തായിരിക്കാം ഈ ജീവന്റെ വചനം കേട്ടത്. നാളെ എന്നുള്ളത് നിനക്കുള്ളതല്ല. നിനയാത്ത നാഴികയിൽ മരണത്തിന്റെ കരാളഹസ്തങ്ങൾ നിന്നെ വന്ന് പുൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ ക്രിസ്തു ഭക്തന്റെ ഒരു ഉറപ്പുണ്ട്, മരണത്തിന്റെ കരങ്ങൾ എന്നെ വന്ന് ആക്രമിച്ചാലും ഞാൻ കാലയവനികക്കുള്ളിലേക്ക് മറയപ്പെട്ട് ഞാൻ എന്തെന്തൊക്കെയുമായിട്ട് നരകത്തിന്റെ യാതന അനുഭവിക്കുന്ന ഒരുവനായി ഞാൻ മാറത്തില്ല. നിത്യയുടെ തുറമുഖത്ത് കോടാകോടി വിശുദ്ധന്മാരുമൊത്ത് പ്രിയന്റെ പൊന്മുഖം കാണുമെന്നുള്ള ഉറപ്പ് എന്റെ ജീവിതത്തിലുണ്ട്. അതാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. എന്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുകയാ. പ്രിയമുള്ളവരെ, ഒലിവുമലയുടെ ഇറക്കമിറങ്ങി വരുമ്പോൾ യെരൂശലേമിനെ കണ്ടുകൊണ്ട് യേശു കരഞ്ഞു. ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ യേശു കരഞ്ഞു. എബ്രായ ലേഖനത്തിൽ യേശു കർത്താവ് ഉറച്ച നിലവിളിയോടെ കരഞ്ഞു. യേശു കർത്താവ് ഇരുകള്ളന്മാരുടെ നടുവിൽ ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ചു കർത്താവ് കരഞ്ഞു. ഇന്ന് രാത്രി കർത്താവ് കരഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. അവന്റെ കരച്ചിന്റെ ഫലങ്ങൾ ഇന്ന് ദേശത്തുണ്ടാകും, ഈ സഭകളിൽ ഉണ്ടാകട്ടെ എന്ന് കർത്താവ് ഈ സഭകളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പൂർണ്ണമായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അരുമനാഥനാകുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ ഒരു നിമിഷം അടയ്ക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി ഞങ്ങൾ അടുത്തു വരുന്നു. തിരുകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഇന്നു രാത്രിയിൽ കേട്ട വചനങ്ങൾ പാഴായി പോകാതെ വണ്ണം ഹൃദയങ്ങളിലേക്ക് അത് തുളച്ചു കയറുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നാളെയുടെ ദിവസങ്ങളിൽ സംസാരിക്കണമേ, ഇന്നയുടെ ദിനങ്ങളിൽ സംസാരിക്കണമേ. തിരുവചനം വായിപ്പാൻ അവരോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം, ദേശത്തിനായി സ്തോത്രം, ഇവിടെ സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്തവർക്കായി സ്തോത്രം, ഇതിന് മുൻനിരയിലും പിൻനിരയിലും പ്രവർത്തിക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയാതിരും കേട്ടതിനായി സ്തോത്രം പറയുന്നു, യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ.